Hello JEEnius Community, welcome to JEE Main Crash Season 2. Today we are going to discuss the chapter Trigonometric Equations. Okay, Trigonometric Equations എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ NCERT ടെക്സ്റ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല. Trigonometric Functions എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവസാനം കുറച്ച് ഭാഗമായിട്ടാണ് NCERT ടെക്സ്റ്റിൽ Trigonometric Equations പറയുന്നുള്ളൂ. ആ NCERTയിൽ പറയുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും JEE Main ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒരിക്കലും നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയില്ല. അത് JEE Mainലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ JEE അഡ്വാൻസ്ഡിലേക്ക് JEEയിലേക്ക് വരുമ്പോൾ ജനറലി ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് വേറെ ഒരു ചാപ്റ്ററായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട അത്ര തന്നെ ഡെപ്ത് അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസിന് വരുന്നുണ്ട്. അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ പഠിക്കുന്ന പല കാര്യങ്ങൾ പറയേണ്ടി വരും. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പാർട്ടിൽ ഫംഗ്ഷൻസ് ഐഡൻറ്റിറ്റീസ് ആ ഭാഗത്ത് നമ്മൾ പഠിച്ച പല ഫോർമുലകളും ഐഡൻറ്റിറ്റീസും ഒക്കെ ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് കുറച്ചുകൂടി ലെങ്തിയാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ വേറൊരു ചാപ്റ്റർ പോലെ തന്നെ ട്രീറ്റ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുന്ന് പ്രധാനമായിട്ടും അറിയേണ്ടുന്ന കാര്യങ്ങൾ? അപ്പോൾ ട്രിഗണോമെട്രിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ദോസ് ആർ ദ ഇക്വേഷൻസ് ഇൻവോൾവിങ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. Equations involving trigonometric functions. ഇപ്പോൾ sin theta cos theta അല്ലെങ്കിൽ sin x cos x tan x ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണത്. അത് നമ്മൾ സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോൾവ് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ആ കിട്ടുന്ന വാല്യൂവിൻ്റെ സിഗ്നിഫിക്കൻസ് അത് നമ്മൾ ഇക്വേഷനിൽ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ സാറ്റിസ്ഫൈ. ഏതൊരു ഇക്വേഷനിൽ എന്താണോ സംഭവിക്കുന്നത് അത് തന്നെയാണ് ഇവിടെയും നമുക്ക് സംഭവിക്കാനുള്ളത്. ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ AX² + BX + C = 0. ഇതിൽ എക്സിന് ഏതെങ്കിലും വാല്യൂ കൊടുത്താൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യൂല. ദിസ് ഇസ് ആൻ എക്സ്പ്രഷൻ വിച്ച് ഇസ് സാറ്റിസ്ഫൈഡ് ബൈ എ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് വാല്യൂസ്. ആ വാല്യൂസ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിയാം. അത് കണ്ടുപിടിക്കുന്ന പരിപാടിക്കാണ് നമ്മൾ സോൾവിങ് എന്ന് പറയുക. അപ്പോൾ -b + or -√b² - 4ac / 2a ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ക്വാഡ്രാറ്റിക് ഫോർമുല. അതൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും, ആൽഫ ആൻഡ് ബീറ്റ. ഇനി ഈ രണ്ട് വാല്യൂസിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിനാണ് നമ്മൾ റൂട്ട്സ് എന്ന് വിളിക്കുക. ആ റൂട്ട്സ് നമ്മൾ ഇക്വേഷനിൽ എക്സിന് നമ്മൾ തിരിച്ചു കൊടുത്താൽ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതല്ലാതെ വേറെ ഏത് വാല്യൂ കൊടുത്താലും സാറ്റിസ്ഫൈ ചെയ്യൂല. ഇത് തന്നെയാണ് ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെ അവസ്ഥ. അതിൽ നമുക്ക് sin x = 1/2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഇതിപ്പോൾ ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ ഒരു ഒന്നാം നമ്പർ എക്സാമ്പിളാണ്. ദിസ് ഇസ് ആൻ ഇക്വേഷൻ ഇൻവോൾവിംഗ് എ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വിച്ച് ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ് ബൈ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ബട്ട് സാറ്റിസ്ഫൈഡ് ബൈ എ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് വാല്യൂസ്. അതിനെയാണ് നമ്മൾ പൊതുവിൽ ട്രിഗണോമെട്രിക് ഇക്വേഷൻ എന്ന് വിളിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ sin² θ + cos² θ = 1. ഇതിലൊരു ഇക്വാലിറ്റി ഒക്കെ ഉണ്ടെങ്കിലും അത് ട്രിഗണോമെട്രിക് ഇക്വേഷൻ അല്ല, അതൊരു ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി ആണ്. ബിക്കോസ് ദാറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ബൈ എവറി വാല്യൂസ് ഫോർ തീറ്റയ്ക്ക് ഏത് വാല്യൂ കൊടുത്താലും ഇത് സാറ്റിസ്ഫൈ. അപ്പോൾ അതാണ് ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വേഷൻ ആൻഡ് ആൻ ഐഡൻറ്റിറ്റി. അത് ട്രിഗണോമെട്രിയിൽ മാത്രമല്ല, ഇത് നമ്മൾ മാത്സിൽ ഏത് ഏരിയ പഠിക്കുകയാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഇക്വേഷൻസ് ആർ ദ എക്സ്പ്രഷൻ സാറ്റിസ്ഫൈഡ് ബൈ എ സർട്ടൻ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് വാല്യൂസ് ആൻഡ് ഐഡൻറ്റിറ്റീസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ എവറി വാല്യൂസ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് അല്ല, ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ആണ്. അത് എല്ലാ വാല്യൂവിലും സാറ്റിസ്ഫൈ ചെയ്യില്ല, ചില പ്രത്യേക വാല്യൂവിൽ മാത്രമേ അത് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ആ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ്, അതായത് ചില പെർട്ടിക്കുലർ സെറ്റ് ഓഫ് വാല്യൂസേ ഉള്ളൂവെങ്കിൽ അത് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ആ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സോൾവിംഗ് എന്ന് പറയുക. അതെങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ടൈപ്പ് സൊല്യൂഷൻ ഉണ്ട്, പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഉണ്ട്, ജനറൽ സൊല്യൂഷൻ ഉണ്ട്. അതുപോലെ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിലുള്ള സൊല്യൂഷൻ തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ കണ്ടുപിടിക്കാം. അതുപോലെ നമ്പർ ഓഫ് സൊല്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എല്ലാ സൊല്യൂഷനും കണ്ടുപിടിച്ചിട്ട് അത് കൗണ്ട് ചെയ്യണം. അതുപോലെ സം ഓഫ് സൊല്യൂഷൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം, എന്നിട്ട് എല്ലാം കൂടി ആഡ് ചെയ്യണം. നമ്പർ ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൗണ്ട് ചെയ്യും. മൾട്ടിപ്പിൾ സൊല്യൂഷൻ ഉണ്ടാവുന്ന ഉറപ്പാണ്. ഈവൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ ഒന്നിലധികം സൊല്യൂഷൻ ഉണ്ട്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എല്ലാം മെനി വൺ ഫംഗ്ഷൻസ് ആണ്. മെനി വൺ ഫംഗ്ഷൻസ് ആവുന്നതുകൊണ്ട് തന്നെ അതിന് ഇൻഫൈനൈറ്റ്ലി മെനി ജനറൽ സൊല്യൂഷൻസ് ഉണ്ടാവും. പക്ഷേ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഒരു സെറ്റ് ഓഫ് ഒരു n നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിന് പൊതുവിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. നമ്പർ ഓഫ് സൊല്യൂഷനും സൊല്യൂഷൻസിൻ്റെ എണ്ണവും, പിന്നെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്പർ ഓഫ് സൊല്യൂഷനും സൊല്യൂഷൻ്റെ എണ്ണവും എല്ലാം കൂടി അങ്ങനെയൊക്കെ വരാറുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ, ഇപ്പോൾ sin x 1 or -1 ആണ് ആവുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെയുള്ള cos x 0 ആവും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു sin⁵5x + cos⁵5x = 1. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇതിന് ഐഡൻറ്റിറ്റി ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേറെ ഫോർമുല ഇല്ലല്ലോ എന്നൊന്നും നമ്മൾ ആലോചിച്ച് പാനിക് ആവേണ്ട കാര്യമില്ല. കാര്യം ഇത് 1 ആവണമെന്നുണ്ടെങ്കിൽ sin x 1 ആവണം, sin x 1 ആവുമ്പോൾ cos x 0 ആവും, അല്ലെങ്കിൽ cos x 1 ആവണം, cos x 1 ആവുന്ന സമയത്ത് sin x 0 ആവും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഇതിനകത്തുണ്ട്, നമുക്ക് അവിടെ എത്തുമ്പോൾ അത് നോക്കാം. അതുപോലെ തന്നെ പല ഇക്വേഷനിലും നമ്മൾ റേഞ്ച് എന്താണ് എന്ന് അറിയേണ്ടതായിട്ട് വരും. കാര്യം f of x is equal to g of x എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ the very first thing we should be concerned is the range of fx and the range of gx. ഈ range of fx ഒരു 2 to 3 range of gx ഒരു 4 to 5 ആണെങ്കിൽ ഒരൊറ്റ അടിക്കാൻ നമുക്ക് പറയാം there is no solution for this equation.
കാര്യം രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ ഈക്വൽ ആവണം, എഫ് എക്സും ജി എക്സും ഈക്വൽ ആവണം. അപ്പോൾ എഫ് എക്സിൻ്റെ റേഞ്ചിലുള്ള വാല്യൂസ് ആണ് എഫ് എക്സിന് കയ്യിലുണ്ടാവുക, ജി എക്സിൻ്റെ റേഞ്ചിലുള്ള വാല്യൂസ് ആണ് അതിൻ്റെ കയ്യിലുണ്ടാവുക. അപ്പോൾ ഈ റേഞ്ച് തമ്മിൽ യാതൊരു ബന്ധമില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ഹാവ് എ കോമൺ വാല്യൂ ഫോർ ദം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കവിടെ സൊല്യൂഷൻ ഇല്ല എന്ന് പറയാൻ പറ്റും. നമ്പർ ഓഫ് സൊല്യൂഷൻ ആണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ചിലപ്പോൾ റേഞ്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനെ റേഞ്ച് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കില്ല, റേഞ്ചിൽ ഒരു കോമൺ വാല്യൂ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ഈക്വൽ ആവേണ്ടത് ആ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ തന്നെയാണ്. അങ്ങനെയൊക്കെ വേറെ ഈ ട്രിഗണോമെട്രിക് ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എൻ പൈ ആണ്. സൈൻ എക്സ് 0 ആവുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് പൈയിലാണ്. കോസ് എക്സ് ഇസ് ഈക്വൽ ടു 0 വരുന്നത് എക്സ് ഈക്വൽ ടു 2n + 1 π/2ലാണ്. അപ്പോൾ കോസ് എക്സ് ഈക്വൽ ടു 1 എന്താണെന്ന് ചോദിക്കരുത്, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കോസ് എക്സ് സൈൻ എക്സ് 1 ആവുന്ന 1 or -1 കോസ് എക്സ് 0 ആണ്. അതുപോലെ കോസ് എക്സ് ഇസ് ഈക്വൽ ടു 1 or -1 ആവുന്ന സമയത്ത് സൈൻ എക്സ് ഈക്വൽ ടു 0 ആണ്. ഇങ്ങനെയാണ് നമ്മൾ കോസ് എക്സോ സൈൻ എക്സോ 1 ആവുന്ന സമയത്തുള്ള വാല്യൂസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുപോലെ ടാൻ എക്സ് ഈക്വൽ ടു 0 മീൻസ് ദാറ്റ് ഇസ് നത്തിങ് ബട്ട് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 0, രണ്ടും ഒന്ന് തന്നെയാണ്. സോ അഗെയിൻ സൊല്യൂഷൻ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എൻ പൈ. എൻ പൈ എന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷൻ ആണ്. ഫോർ ഓൾ എൻ ബിലോങ്സ് ടു ഇൻഡിജേഴ്സ് ആണ് ഇവിടെ ഈ 3 കേസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിലാണെങ്കിൽ ഇപ്പോൾ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഫ്രം -4π to 4π ഓർ നമ്പർ ഓഫ് സൊല്യൂഷൻ ഫ്രം -π to 3π/2 ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ജനറൽ സൊല്യൂഷൻ എടുക്കാൻ കഴിയില്ല. വേണമെങ്കിൽ തൽക്കാലം ജനറൽ സൊല്യൂഷൻ എടുക്കാം, എന്നിട്ട് എന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡിജേഴ്സ് ഓപ്റ്റ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യനിൽ തന്ന ഇൻ്റർവെല്ലിലുള്ള വാല്യൂസ് മാത്രമൊക്കെ ആക്കി അതിന് പിന്നീട് റെഡ്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ 3 യൂസ്ഫുൾ ഫോർമുല. സെക്കൻഡ്, sin x is equal to sin alpha ആണെങ്കിൽ where x is the variable and alpha is a constant, just like sin x is equal to sin π/6 or sin x is equal to sin of π/3 whatever, ആ ടൈപ്പ് ഇക്വേഷൻ ആണ് നമുക്ക് വരുന്നതെങ്കിൽ x is equal to n pi plus -1 raised to n alpha. ഫേമസ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഇതിൻ്റെ അർത്ഥം പലപ്പോഴും ഇങ്ങനെ എല്ലാവരും ചൊല്ലി പഠിക്കാൻ എല്ലാവരും പറയാറുണ്ട്, n pi plus -1 raised to n alpha കുട്ടികൾ ക്ലാസ്സിൽ പറയാറുണ്ട്. പക്ഷെ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പലപ്പോഴും കുട്ടികൾ മനസ്സിലാക്കാറില്ല. അപ്പോൾ അതൊന്ന് പറഞ്ഞുതരാം. n pi എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ ആണ്. ദാറ്റ് മേ ബി ആൻ ഈവൺ മൾട്ടിപ്പിൾ ഓഫ് പൈ ഓർ ആൻ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ. അങ്ങനെ n ഒരു ഈവൺ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇത് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ -1 റൈസ് ടു ഈവൺ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആവും. സോ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് പ്ലസ് ആൽഫ. സോ ദാറ്റ് വിൽ കം ടു ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. And n is integer means n can be odd integer also. Odd integer times pi. Odd integer times pi. Like pi, 3π, 5π. Like odd multiple of pi is on the negative direction of x-axis. അവിടെ നിന്ന് മൈനസ് ആണ് വരിക. അപ്പോൾ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് വരും. സോ either in first quadrant or in second quadrant if alpha is an acute angle. ആൽഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അക്യൂട്ട് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലും മാത്രമേ ഈ സൊല്യൂഷൻ എടുക്കാം. ഇതാണ് ഈ ഉദ്ദേശിക്കുന്നത്. സോ ഓൺ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് പ്ലസ്, സോ ദാറ്റ് വിൽ കം ടു ദ ഫസ്റ്റ് ക്വാഡ്രന്റ്, ഓർ ഓൺ ദ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് മൈനസ്, സോ ദാറ്റ് വിൽ കം ടു ദ സെക്കൻഡ് ക്വാഡ്രന്റ്. ഈ രണ്ട് ക്വാഡ്രന്റിൽ എടുക്കുക. അപ്പോൾ തീറ്റ ഒപ്റ്റ്യൂസ് ആണെങ്കിലും എന്നൊരു സംശയം വരും. ഡോണ്ട് വറി, ഇതേ പ്രൊസീജിയർ ചെയ്താൽ മതി. തീറ്റ ഒപ്റ്റ്യൂസ് ആണെങ്കിൽ ഈ സൈൻ ആൽഫ അല്ലെങ്കിൽ ഒപ്റ്റ്യൂസ് ആയതിന് കാര്യമില്ല, 180 ഡിഗ്രിനേക്കാളും കൂടുതലാണെങ്കിൽ സൈൻ ആൽഫ നെഗറ്റീവ് ആണ്. അപ്പോൾ നിങ്ങളിത് എഴുതി വരുന്ന സമയത്ത് ഫൈനൽ ആൻസർ കറക്റ്റ് ആയിക്കോളൂ. എനിവേ സ്ട്രക്ചർ മറന്നുകൊണ്ടാ. sin x is equal to sin alpha, its solution is x is equal to n pi plus -1 raised to n alpha. അപ്പോൾ ഞാൻ ആവർത്തിക്കുന്നു, അത് അതിൻ്റെ ജനറൽ സൊല്യൂഷനാണ്. -∞ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള കംപ്ലീറ്റ് ഡൊമൈനിലുള്ള അതിൻ്റെ സൈൻ എക്സിൻ്റെ ഫുൾ ഡൊമൈനിലുള്ള സൊല്യൂഷനാണ് ഈ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മിക്കപ്പോഴും ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ സം ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിലായിരിക്കും ചോദിക്കുക. അതിൻ്റെ ഉള്ളിൽ ഈ എന്നിന് ഓപ്റ്റ് ചെയ്യാവുന്ന ഇൻഡിജേഴ്സ്, ഇവിടെ ഇപ്പോൾ നമ്മൾ പറയാം n belongs to all integers എന്നാണ്. പക്ഷേ ഇൻ്റർവെല്ലിൽ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ മാത്രം ഉള്ള വാല്യൂസ് വരാൻ എന്നിന് ഏതൊക്കെ ഇൻഡിജേഴ്സ് ആണ് ഓപ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ആലോചിച്ച് അതിങ്ങനെ വെറുതെ വാല്യൂസ് കൊടുത്തു നോക്കിയാൽ മതി. അപ്പോൾ എന്നിനൊരു 0 കൊടുത്തു നോക്കി, അപ്പോൾ ആ ഇൻ്റർവെല്ലിൻ്റെ പുറത്താണുള്ള ഇൻ്റർവെല്ലിൻ്റെ താഴെ, ഐ മീൻ നിങ്ങൾക്ക് തന്നത് ഒരു A to B ആണ്. ഈ എന്നിന് നിങ്ങൾ 0 കൊടുത്തപ്പോൾ എനേക്കാളും താഴെയുള്ളൊരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ എന്നിന് 1, 2 അങ്ങനെ മുകളിലോട്ടുള്ള വാല്യൂസ് കൊടുത്തു നോക്കുക. 0 കൊടുക്കുമ്പോൾ തന്നെ ബിനേക്കാളും വലിയൊരു വാല്യൂ, റേഞ്ചിൻ്റെ അപ്പർ സർക്യൂട്ടാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ -1, -2 അങ്ങനെ താഴോട്ടേക്ക് കൊടുത്ത് അങ്ങനെ ആ റേഞ്ചിൻ്റെ ഉള്ളിലുള്ള അതൊക്കെ വലിയ പണി ഉണ്ടാവില്ല. എങ്ങനെയാണെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതേപോലെ cos x is equal to cos alpha implies x is equal to 2n pi plus or minus alpha. What does it mean? നേരത്തെ പറഞ്ഞ പോലെ തന്നെ this is not n pi but 2n pi. 2n pi is already an even multiple of 5 for every integral values for n. No matter whether n is an even integer or odd integer, 2n is an even integer. So here is the 2n pi. From that point, you can have plus alpha or minus alpha. So I will go to the first quadrant and fourth quadrant. What is the importance of first quadrant and the fourth quadrant? In those two quadrants, cos x is positive. So if alpha is an acute angle, you will be in first or fourth quadrant. In those two quadrants, cos x is positive.
ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം sin x = sin ആൽഫയിൽ നമ്മൾ ഇതുപോലെ സൊല്യൂഷൻ എടുത്ത ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വന്നത്. ആ രണ്ട് ക്വാഡ്രന്റുകളുടെ പ്രത്യേകത അവിടെ sin x പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ sin ആൽഫ എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആണെന്നാണ്, അല്ലെങ്കിൽ ഈ cos ആൽഫ എന്ന് പറയുന്ന വാല്യൂ പോസിറ്റീവ് ആണ് എന്ന അസംഷനിലാണ് നമ്മൾ ഫോർമുല ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഇത് പോസിറ്റീവ് അല്ലെങ്കിൽ പോലും ഈ സ്ട്രക്ചർ സെയിം ആവും. കാര്യം ഇത് ഈ cos ആൽഫ നെഗറ്റീവ് ആവുമ്പോൾ തീറ്റ ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. അപ്പോൾ 2nπ പ്ലസ് ഒബ്റ്റ്യൂസ് ആംഗിൾ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സെക്കൻഡ് ക്വാഡ്രന്റിലേക്കും, അതുപോലെ ഇവിടെ 2nπ മൈനസ് ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് തേർഡ് ക്വാഡ്രന്റിലേക്കും വന്നോളും. അതുകൊണ്ട് തീറ്റ അക്യൂട്ട് ആണെന്നുള്ള അസംഷനിലാണ് ഫോർമുല ഡെവലപ്പ് ചെയ്തത്. തീറ്റ അക്യൂട്ട് ആണെന്നുള്ള അസംഷനിലാണ് ഏതൊക്കെ ക്വാഡ്രന്റിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതനുസരിച്ച് ഫോർമുല ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ആൽഫ അതിനെ വയലേറ്റ് ചെയ്ത് ആൽഫേൻ്റെ വാല്യൂ അക്യൂട്ടോ അല്ലെങ്കിൽ പൈനേക്കാൾ കൂടുതലോ 3π/2 കൂടുതലൊന്നും വന്നാലും മാറ്റമൊന്നും ഉണ്ടാവില്ല. ദാറ്റ്സ് എ തിയററ്റിക്കൽ സ്ട്രക്ചർ. ഓക്കെ, സിമിലർലി സോ ഡോണ്ട് ഫോർഗെറ്റ് ദിസ്, kindly memorize. So let's go to the next. Tan theta is equal to tan alpha or tan x. നേരത്തേക്ക് ഞാൻ x എഴുതി. So tan x is equal to tan alpha implies x is equal to nπ plus alpha. Again guys, where is nπ? Nπ can be sometimes here if n is even, and nπ can be sometimes here if n is odd. So no matter n is even or odd, we are adding alpha. So here nπ plus alpha will come to first quadrant. Here nπ plus alpha will go to third quadrant. So what are the importance of first quadrant and third quadrant? In first and third quadrant, tan x is positive. So again we are assuming this tan x is positive, means tan alpha is positive, means alpha is an acute angle. ഓക്കെ, നേരത്തെ റിപ്പീറ്റ് ചെയ്തൊന്നും ഇനി വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഇതാണ് ഐഡിയ. എല്ലാ ഫോർമുലയും ഡെവലപ്പ് ചെയ്തത് ആൽഫ ഒരു അക്യൂട്ട് ആംഗിൾ ആണെന്ന് വിചാരിക്കുന്നു. ആൽഫ അക്യൂട്ട് ആംഗിൾ ആകുമ്പോൾ ടാൻ ആൽഫ പോസിറ്റീവ്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷൻസും പോസിറ്റീവ് ആണ്. സോ ദാറ്റ്സ് ഹൗ വി ആർ ഡെവലപ്പിംഗ് ഓൾ ദീസ് ഫോർമുല. ദെൻ മൂന്നെണ്ണം കൂടി ഉണ്ട്, അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ആൽഫ ഓർ സൈൻ സ്ക്വയർ എക്സ് is equal to sin square alpha. This implies x is equal to nπ plus or minus alpha. Cos square x is equal to cos square alpha implies x is equal to nπ plus or minus alpha. Tan square theta നേരത്തെ ഫോർമുല അല്ല കേട്ടോ. sin theta equal to sin x is equal to sin alpha തന്നെ അല്ലേ എന്ന് ചോദിക്കരുത്. കാരണം റൂട്ട് എടുക്കുന്ന സമയത്ത് പ്ലസ് ഓർ മൈനസ് എടുക്കണം. അപ്പോൾ അവിടുത്തെ പോസിറ്റീവ് വാല്യൂം വരും, നെഗറ്റീവ് വാല്യൂം വരും. അപ്പോൾ എല്ലാ ക്വാഡ്രന്റിലും സൊല്യൂഷൻ ഉണ്ടാവും. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ആൽഫയ്ക്ക് നമ്മൾ ആൽഫ അക്യൂട്ട് ആണെന്ന് അസ്യൂം ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലും മാത്രം സൊല്യൂഷൻ എടുത്താൽ മതി. അതാണ് nπ പ്ലസ് -1 റൈസ് ടു n ആൽഫ. ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സൈൻ ആൽഫ എന്ന് വരും. സോ ആൽഫ അക്യൂട്ട് ആണെങ്കിലും സൈൻ ആൽഫ പോസിറ്റീവ് നെഗറ്റീവും വരും. അപ്പോൾ പോസിറ്റീവ് വരുന്ന ഫസ്റ്റ് സെക്കൻഡ് ക്വാഡ്രന്റ്, നെഗറ്റീവ് വരുന്ന തേർഡ് ഫോർത്ത് ക്വാഡ്രന്റ്, മീൻസ് എക്സ് ഹാവ് എ സൊല്യൂഷൻ ഇൻ എവറി ക്വാഡ്രന്റ്. സോ tan square theta is equal to tan square alpha also has the same solution. X is equal to nπ plus or minus alpha. Plus or minus എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ക്വാഡ്രന്റായി. nπ എടുക്കുമ്പോൾ n ഈവൺ ആകുമ്പോൾ പോസിറ്റീവ് എക്സ് ആക്സിസ്, n ഓഡ് ആകുമ്പോൾ നെഗറ്റീവ് എക്സ് ആക്സിസ്. പ്ലസ് ഓർ മൈനസ് ചെയ്യുമ്പോൾ ഈവൺ മൾട്ടിപ്പിൾ ഓഫ് 5 പ്ലസ് ഓർ മൈനസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്, ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 5 പ്ലസ് ഓർ മൈനസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ആൻഡ് തേർഡ് ക്വാഡ്രന്റ്. അങ്ങനെ എല്ലാം അതിൽ വന്നോളും. അതാണ് ഇതിൻ്റെ കാര്യം. എല്ലാം സെയിം തന്നെയാണ്. സെയിം ആകുന്നതിൽ പ്രത്യേകിച്ച് വണ്ടർഫുൾ ആയിട്ടൊന്നുമില്ല. കാരണം എല്ലാത്തിലും എല്ലാ ക്വാഡ്രന്റും ഉണ്ട്. എല്ലാ ക്വാഡ്രന്റിനും ഇൻക്ലൂഡ് ചെയ്യാൻ ഇതാണ് വഴി. സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ ആൽഫയിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റ്, കോസ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് ആൽഫയിൽ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്, ടാൻ എക്സ് ഈക്വൽ ടാൻ ആൽഫയിൽ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാഡ്രന്റ്. അതങ്ങനെ കൃത്യമായ ആ ഓർഡറിൽ തന്നെ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ nπ പ്ലസ് ആൽഫ വേണോ, nπ പ്ലസ് -1 റൈസ് ടു n ആൽഫ വേണോ, 2nπ പ്ലസ് ഓർ മൈനസ് ആൽഫ വേണോ എന്നൊക്കെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു കാര്യം. ഇനി ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് നമ്മൾ ചുമ്മാ ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ അങ്ങ് സോൾവ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അത് പോസിബിൾ ആവണമെന്നുണ്ടോ? അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. എപ്പോഴും റേഞ്ച് എന്താണ് എന്ന് നോക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈൻ സ്ക്വയർ എക്സ് -5 സൈൻ എക്സ് പ്ലസ് 6 is equal to 0. It's a beautiful trigonometric equation. When we try to solve this, the very basic observation is this is a quadratic equation in sin x. ഇതൊരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഇപ്പോഴും പോയിട്ടില്ല. അതിൻ്റെ മുന്നേ ഇതൊരു ക്വാഡ്രാറ്റിക് ഫോമിലാണുള്ളത്. ബട്ട് നോട്ട് ഇൻ ടേംസ് ഓഫ് എക്സ്, ബട്ട് ഇൻ ടേംസ് ഓഫ് സൈൻ എക്സ്. സൈൻ എക്സിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇത് ഫാക്ടറൈസ് ചെയ്ത് സോൾവ് ചെയ്താൽ സൈൻ എക്സ് -2 ഇൻറ്റു സൈൻ എക്സ് -3 is equal to 0. So sin x is equal to 2 or 3. So think about the range. Sin x is equal to 2. What is the range of sin x? Just from -1 to 1. And this 2 is out of the range. A function can never take a value out of its range. 3 is also out of the range of sin x. So we drop both these values and no solution for this equation. ആർക്ക്? ഈ ഇക്വേഷൻ, ആദ്യം എഴുതിയ ഇക്വേഷൻ എന്തില്ല? സൊല്യൂഷൻ ഇല്ല. അതെന്തുകൊണ്ടാണ്? റേഞ്ചിനെ പറ്റി ആലോചിക്കുന്നത്. ഇത് ട്രിഗണോമെട്രിക് ഇക്വേഷനിൽ മാത്രമല്ല, അല്ലാതെയും ഇത് ഇങ്ങനെ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ e⁻²x + 5e⁻x
plus 4 is equal to 0. വെറുതെ എനിക്ക് തോന്നിയപ്പോൾ ഇങ്ങനെ എഴുതിയതേ ഉള്ളൂ. So this is an exponential equation, but before that this is a quadratic equation in e raised to x. The e raised to x ൽ ഒരു quadratic equation ആണ്. അപ്പോൾ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് സോൾവ് ചെയ്താൽ e raised to x plus 1 into e raised to x plus 4 is equal to 0. We are suggesting two numbers. Their sum is 5 and the product is 4. Those two numbers are 1 and 4. So e raised to x is equal to minus 1 or minus 4. Both these are negative values. But e raised to x is an exponential function that can never be negative. So we should drop both this minus 1 and minus 4. Again, we are thinking about what? The range of function. The range of e raised to x is open interval 0 to infinity. And minus 1 and minus 4 are out of the range. So we drop both these and number of solution is 0. ഈ ഇക്വേഷനും സൊല്യൂഷൻ ഇല്ല. ഇങ്ങനെ എത്രയോ സൊല്യൂഷൻ ഇല്ലാത്ത ഇക്വേഷൻസ് പോസിബിൾ ആണ്. ഇപ്പോൾ 6 sec square theta plus 5 sec theta plus 1 is equal to 0. ഇതിന് സൊല്യൂഷൻ ഇല്ല. ഇതെന്തുകൊണ്ടാണ്? ഇവിടുത്തെ ഫംഗ്ഷൻ sec theta ആണ്. sec theta റേഞ്ച് ഓപ്പൺ ഇൻ്റർവൽ -∞ to -1 യൂണിയൻ ക്ലോസ് ഇൻ്റർവൽ 1 to infinity ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫാക്ടറൈസ് ചെയ്താൽ 6 sec theta plus 3 sec theta plus 2 sec theta plus 1 is equal to 0. We can take out common factors from these two terms, from 6 sec square theta and 3 sec theta, which is 3 sec theta into 2 sec theta plus 1 plus 2 sec theta plus 1 is equal to 0. Now let us take once again common factor. 2 sec theta plus 1 into we get 3 sec theta plus 1 is equal to 0. So sec theta is equal to -1/2 or -1/3. Both these values are out of the range. There is no values for sec theta. Sec theta can never have values in between -1 and 1, and both -1/2 and -1/3 are in between -1 and 1. So we must drop both these. അപ്പോൾ sin x -1ന്റെ താഴെയല്ലേ 1ന്റെ മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്. അതേ സമയത്ത് sec theta നമ്മൾ -1നും 1ന്റെ ഇടയിൽ വന്നാലാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. That depends on the nature of function. That depends on the range of function. അതുകൊണ്ട് എപ്പോഴും ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നോട്ട് ഓൺലി ഫോർ ദ ട്രിഗണോമെട്രിക് ഇക്വേഷൻ ബട്ട് എവറി ടൈപ്പ് ഓഫ് ഇക്വേഷൻ യു ഷുഡ് ബി അവെയർഡ് അബൌട്ട് ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ ഇൻവോൾവിങ് ഇൻ ദ ഇക്വേഷനിൽ ഫങ്ഷൻസ് ഇൻവോൾവ് ആണ്. ആ ഫങ്ഷൻസിൻ്റെ റേഞ്ചിലല്ലാത്തൊരു വാല്യൂ കിട്ടിയാൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ റേഞ്ചിനകത്ത് ആണ് നിങ്ങൾ ഇക്വാലിറ്റീൻ്റെ പോസിബിലിറ്റി അന്വേഷിക്കേണ്ടത്. ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന് x square plus x plus 1 is equal to 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന് റിയൽ സൊല്യൂഷൻ ഇല്ല എന്ന് നമ്മൾ പറയും. രണ്ട് സൊല്യൂഷനും കോംപ്ലക്സ് ആണ്. അങ്ങനെ റിയൽ സൊല്യൂഷൻ ഇല്ലാതാവുന്നതിൻ്റെ യഥാർത്ഥ റീസൺ ഇതൊരു ഫംഗ്ഷനാണ്. ഇറ്റ്സ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. അതിൻ്റെ റേഞ്ച് √3/2 ക്ലോസ്ഡ് ഇൻ്റർവൽ √3/2 to infinity ആണ്. പക്ഷേ ഇവിടെ തന്നേക്കുന്ന വാല്യൂ 0 ആണ്. RHS ഉള്ള വാല്യൂ 0 ആണ്. എന്ന് വെച്ചാൽ √3/2 to infinity വരുന്ന ഒരു ഫംഗ്ഷൻ ഇറ്റ്സ് റേഞ്ച് ഈസ് ഫ്രം √3/2 എന്ന് നോക്കണം. √3/2 to infinity തന്നെയാണോ? എൻ്റെ പഴയ ഓർമ്മയാണ്. നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാം. യെസ്, ടു ഇൻഫിനിറ്റി ആണ്. ഇതിലല്ല 0 ഉള്ളത്. √3/2 to infinity താഴെയാണ് 0. എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ ഇക്വേറ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ റേഞ്ചിലില്ലാത്തൊരു വാല്യൂയിലേക്കാണ്. അതുകൊണ്ടാണ് അവിടെ റിയൽ സൊല്യൂഷൻ ഇല്ലാത്തത്. അതിനുള്ള സൊല്യൂഷൻ കോംപ്ലക്സ് സൊല്യൂഷൻ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം, നേരത്തെ ഈ പറഞ്ഞ സൊല്യൂഷനൊക്കെ നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞതിന് കോംപ്ലക്സ് സൊല്യൂഷൻ ഉണ്ടാവുന്നു. ഓഫ് കോഴ്സ് യെസ്, റിയൽ സൊല്യൂഷൻ ആണ്. ഈ നോ സൊല്യൂഷൻ എന്നതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് റിയൽ സൊല്യൂഷൻ ഇല്ല എന്നാണ്. വി ആർ ടോക്കിംഗ് അബൌട്ട് ദ റിയൽ ഫംഗ്ഷൻസ്. നമ്മൾ ഡീൽ ചെയ്യുന്ന ഇൻ ദ ട്രിഗണോമെട്രി വി ആർ ഡീലിംഗ് ദ ബോത്ത് ഡൊമൈൻ ആൻഡ് റേഞ്ച് ആർ റിയൽ നമ്പേഴ്സ്. വി ആർ സ്ട്രിക്ട്ലി ടോക്കിംഗ് അബൌട്ട് ദ റിയൽ ഫംഗ്ഷൻസ്. ഡൊമൈൻ കണ്ടെയ്ൻസ് റിയൽ നമ്പേഴ്സ്, റേഞ്ച് ഓൾസോ കണ്ടെയ്ൻ റിയൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഡൊമൈനിലുള്ള ഒരു വാല്യൂ ആണ്. അത് റിയൽ അല്ലെങ്കിൽ പിന്നെ സൊല്യൂഷൻ ഇല്ല എന്നാണ് പറയുക. അപ്പോൾ ഇതിനും അതിൻ്റെ മുന്നേ നമ്മൾ സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞു പോയി ഇവർക്കെല്ലാം എന്തുണ്ടാവും? കോംപ്ലക്സ് സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ദർ ഇസ് നത്തിങ് സർപ്രൈസിങ്. എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെയാണ്. പണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമ്മൾ കണ്ടതാണ്. റേഞ്ചിൻ്റെ പുറത്തുള്ള വാല്യൂ തരും, സൊല്യൂഷൻ ഇല്ല, പക്ഷേ കോംപ്ലക്സ് സൊല്യൂഷൻ ഉണ്ട്. ദ സെയിം തിങ് ഈസ് ഗോയിങ് ഓൺ ഇൻ ട്രിഗണോമെട്രിക് ഇക്വേഷൻസ്. പക്ഷേ നമുക്ക് ഇതിൽ ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ അതിൽ കോംപ്ലക്സ് റൂട്ട്സിനെ പറ്റിയൊന്നും നമ്മൾ സിലബസിൽ ഡീൽ ചെയ്യേണ്ടതേ ഇല്ല. അതൊക്കെ നിങ്ങൾക്ക് ഹയർ ലെവലിലോട്ട് പോകുന്ന സമയത്ത് എഞ്ചിനീയറിംഗിനൊക്കെ പഠിക്കുമ്പോൾ കൂടുതൽ അതൊക്കെ കാണാൻ പറ്റും. ട്രിഗണോമെട്രിക് ഇക്വേഷനിൽ എങ്ങനെയാണ് കോംപ്ലക്സ് സൊല്യൂഷൻസ് വരുന്നത്, എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് കോംപ്ലക്സ്, ഓൾ ദോസ് വെരി വണ്ടർഫുൾ തിയറി. അതൊക്കെ നിങ്ങൾക്ക് ഹയർ ലെവലിൽ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞുതരാം ഇതെന്താ സംഭവിക്കുന്നതാണ്. ഇവിടെ നമുക്കൊരു സ്ക്വയർ കംപ്ലീറ്റിംഗ് ചെയ്താൽ x² + x + 1 is equal to 0. സ്ക്വയർ കംപ്ലീറ്റിംഗ് ചെയ്യുമ്പോൾ x² + x. അപ്പോൾ ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് നോക്കേണ്ടത്. ദാറ്റ് ഇസ് 1. ആ 1ൻ്റെ പകുതി എടുക്കുക, അപ്പോൾ ഹാഫ് കിട്ടും. അതിനെ സ്ക്വയർ ചെയ്താൽ 1/4 കിട്ടും. പ്ലസ് ഈ 1ൽ നിന്ന് ഒരു 1/4 മാറ്റിയാൽ ബാക്കി 3/4 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു these three terms contributed to x plus 1/2 whole square plus 3/4. യെസ്, അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചെറിയൊരു തിരുത്തുണ്ട്. √3/2 അല്ല, 3/4. √3/2ൻ്റെ സ്ക്വയർ റൂട്ടാണ് കേട്ടോ. റൂട്ട് ഓഫ് x² + x + 1ൻ്റെ റേഞ്ചാണ്
ക്ലോസ്ഡ് ഇൻ്റർവൽ √3/2 to infinity. അതെപ്പോഴും അതിൻ്റെ മുന്നേ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലങ്ങനെ പതിഞ്ഞു പോയതാണ്. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ചെയ്യുക. ഇതിൻ്റെ റേഞ്ച് 3/4 to infinity ആണ്. ഹിയർ ഓൾസോ 3/4 to infinity. യെസ്, ഇതിന് മുന്നേ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതിന് റൂട്ട് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3/4 റൂട്ട് എടുത്തപ്പോഴാണ് √3/2 ആയത്. നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, ഇനിയാണ് ഐഡിയ. വളരെ സിമ്പിളാണ്. x + 1/2 ഹോൾ സ്ക്വയർ ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. സോ ദിസ് ഇസ് മിനിമം. അതായത് ദിസ് ഫംഗ്ഷൻ x² + x + 1 ഈസ് മിനിമം വെൻ x + 1/2 ഹോൾ സ്ക്വയർ ഈസ് മിനിമം. സിൻസ് ഇറ്റ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ, ഇറ്റ്സ് മിനിമം വാല്യൂ ഈസ് 0. അപ്പോൾ ഇയാളുടെ മിനിമം വാല്യൂ 0 ആണെങ്കിൽ പ്ലസ് 3/4 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഓവറോൾ മിനിമം വാല്യൂ 3/4 ആണ്. മാക്സിമം വാല്യൂ ഇൻഫിനിറ്റി. സ്വാഭാവികമാണല്ലോ. കാര്യം x + 1/2 ഹോൾ സ്ക്വയറിന് എത്ര വലിയ പോസിറ്റീവ് വാല്യൂ ആണെങ്കിലും എടുക്കാം. അതങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. യെസ്, അപ്പോൾ എൻ്റെ പോയിന്റ് ഇതൊന്നുമല്ല. ഈ ഇക്വേഷന് റിയൽ സൊല്യൂഷൻ ഇല്ലാതിരുന്നതിൻ്റെ റീസൺ അതിൽ RHS തന്ന 0 ഈ റേഞ്ചിൻ്റെ പുറത്തുള്ള വാല്യൂ ആയതുകൊണ്ടാണ്. ഈ കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ട്രിഗണോമെട്രിക് ഇക്വേഷൻസും ചിലത് സോൾവ് ചെയ്യുമ്പോൾ അതിന് സൊല്യൂഷൻ ഇല്ല എന്ന് പറയുന്നത്. ദർ ഈസ് നത്തിങ് സർപ്രൈസിങ്. എവറിത്തിങ് is the theory you already know. നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലേക്കും കൂടി അതിനെ ഫിറ്റ് ചെയ്തെടുക്കുന്നു എന്ന് മാത്രം. സോ ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻ. ഇനി വാചകം അടിച്ചിരുന്നിട്ട് വലിയ കാര്യമില്ല. സോ ഇത് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് മെജോറിറ്റി 2022 ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പണ്ടൊക്കെ നമ്മൾ ഈ JEE പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ കൂടുതലും ഈ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വളരെ കുറവും. പിന്നീട് പല ഓതേഴ്സ്, പല ടെക്സ്റ്റുകൾ, ഈ ബാലാജി സംഗേജ് എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ, അതിൽ ഓതേഴ്സ് അതേ മോഡൽ എഴുതി ഉണ്ടാക്കുന്ന ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത്. PYQs വളരെ കുറവായിരിക്കും. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്ഷാമമില്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം. 2 ഫേസിൽ എക്സാം നടക്കുന്നുണ്ട്. ഓരോ ഫേസിലും 12 ഷിഫ്റ്റായിട്ട് 10, 23, 24 പരീക്ഷകൾ മൊത്തത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ PYQs എടുത്താൽ തന്നെ പോലെ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കേണ്ട പ്രത്യേകിച്ച് ഒരു ആവശ്യമൊന്നും ഈ ഒരു കോണ്ടെക്സ്റ്റിലില്ല. പ്രത്യേകിച്ച് ട്രിഗണോമെട്രി പോലെ വളരെ വെയിറ്റേജുള്ള ചാപ്റ്ററൊക്കെ ആവുന്ന സമയത്ത് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണത്തിന് യാതൊരു പഞ്ഞുമില്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ട്രിഗണോമെട്രി ഫംഗ്ഷനിൽ നിന്നും ട്രിഗണോമെട്രി ഇക്വേഷനിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പെറുക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് മെജോറിറ്റി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള 2022 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത് കഴിഞ്ഞ് 2021, പിന്നെ 2020, അവസാനം 2019 ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിനി 6:30 ലൈവ് തീരുന്നത് വരെ സമയമുണ്ട്. അത്ര സമയം കൊണ്ട് എന്താണോ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ മാക്സിമം നമ്മളോട് ഡിസ്കസ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും എടുത്ത് വെക്കുക. ആ ക്വസ്റ്റ്യൻ്റെ കോണ്ടെക്സ്റ്റിൽ എന്തൊക്കെ തിയറിയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് അതൊക്കെ പഠിക്കുക. ആ തിയറീസ് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കുക. എല്ലാവരും ഒരു പെന്നും പേപ്പറും എടുത്ത് വെച്ചതിൻ്റെ കൂടെ എഴുതി പഠിക്കുക. വി ആർ സ്റ്റഡിയിങ് ഹിയർ. ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നത് പോലെ ദയവായി ചെയ്ത് എൻ്റെ മക്കൾ കണ്ടുകൊണ്ടിരിക്കരുത്. പഠിക്കുക. ഈ ഒരു യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം യൂട്ടിലൈസ് ദ ഓപ്പർച്യൂണിറ്റി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത? 2 cos of whatever it is x² + x all divided by 6 is equal to 4x + 4 ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ദിസ് ഇസ് ഇൻ ദ ഫോം f of x is equal to g of x. ആരാ f of x? LHS ഒരു ഫംഗ്ഷൻ ഉണ്ട്, ദാറ്റ് ഇസ് യുവർ f of x, ആൻഡ് ദർ ഇസ് വൺ മോർ ഫംഗ്ഷൻ ഇൻ ദ RHS. ഐ ജസ്റ്റ് കോൾ ഇറ്റ് gx. അങ്ങനെ വിളിച്ചില്ല എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് കാര്യം മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇവിടെ ഇത് തമ്മിൽ എന്തെങ്കിലും ഇക്വാലിറ്റിക്ക് സാധ്യത ഉണ്ടോ? ആ രണ്ട് ഫംഗ്ഷൻസ് ഈക്വൽ ആവാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് അറിയാനുള്ള ടെക്നിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു തന്നതാണ്. യു ഷുഡ് തിങ്ക് അബൌട്ട് ദ റേഞ്ച് ഓഫ് ബോത്ത് ഫംഗ്ഷൻസ് ഇൻ LHS ആൻഡ് RHS. അപ്പോൾ കോസിൻ്റെ റേഞ്ച് -1 to 1 ആണ്. പക്ഷേ ഇവിടെ 2 cos x ഉണ്ട്. അതുകൊണ്ട് അയാളുടെ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ -2 to 2 ആണ് ഇൻ ദ RHS. ഇൻ ദ LHS. RHSൽ 4x + 4 - x. ഇത് ഒരു ഫംഗ്ഷനാണ് 4x. അതിൻ്റെ റെസിപ്രോക്കലാണ് 4 - x. ഒരു ഫംഗ്ഷനും അതിൻ്റെ റെസിപ്രോക്കലും കൂടി ഇൻവോൾവ് ആണെങ്കിൽ നമുക്ക് AMGM മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് റേഞ്ച് കണ്ടുപിടിക്കാം. റേഞ്ച് കണ്ടുപിടിക്കുന്നതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. എലിമെൻ്ററി മാനിപ്പുലേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഡിസ്ക്രിമിനൻ്റ്, അങ്ങനെ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. അതിൽ പോസിറ്റീവ് ഫംഗ്ഷൻസും അതിൻ്റെ തന്നെ റെസിപ്രോക്കൽസ്, sin² x, cos² x, e⁻x, e⁻−x, അങ്ങനെ പോസിറ്റീവ് ഫംഗ്ഷൻസും അവരുടെ തന്നെ റെസിപ്രോക്കൽസും ഇൻവോൾവ് ആണെങ്കിൽ AMGM ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. AM greater than or equal to GM. Everybody knows this, where AM is the arithmetic mean and GM is the geometric mean. So here you can have 4x + 4 - x by 2. That is your AM. That is definitely greater than or equal to root of 4x into 4 - x. This product is 1. When you cross this 2, you will get 4x plus 4 - x is greater than or equal to 2, means range of this function G എന്നാണ് ഞാനതിനെ വിളിച്ചത്. സോ റേഞ്ച് ഓഫ് G എന്നുള്ള അർത്ഥത്തിലാണ് RG എന്ന് കൊടുത്തത്, which is closed interval 2 to infinity. So here the range is closed 2 to infinity. So you got the range of both functions. LHSലെ റേഞ്ച് കണ്ടുപിടിക്കൽ വളരെ എളുപ്പമായിരുന്നു. കോസിൻ്റെ റേഞ്ച് -1 to 1, അപ്പോൾ അതിനെ ഡബിൾ ആക്കിയാൽ -1 to 1 ഉള്ള ആൾ -2 to 2 ആവും. സ്കെയിലിംഗ് എന്നാണ് ആ പ്രോസസ്സിനെ വിളിക്കുക. രണ്ടാമത്തത് AMGM. AMGMനെ പറ്റി ചിന്തിക്കാനുള്ള കാരണം 4x is a function and 4 - x is the corresponding reciprocal. ഓക്കെ, അങ്ങനെ വന്നാൽ AMGM ഉപയോഗിച്ച് റേഞ്ച് കണ്ടുപിടിക്കാം, which is 2 to infinity. അപ്പോൾ ഒരൊറ്റ പോയിന്റ് ഞാൻ ഇവിടെ എഴുതിയപ്പോൾ തെറ്റിയിട്ടുണ്ട്. -2 to -2. അതെന്ത് കുന്തം? -2 to 2.
ഓക്കെ. സോ ഒറ്റ വാല്യൂ മാത്രമേ ഇത് തമ്മിൽ മാച്ച് ആവുന്നുള്ളൂ. -2 to 2 എന്ന് പറയുന്ന റേഞ്ച് അവസാനിക്കുന്നത് 2ലാണ്, അടുത്തയാൾ തുടങ്ങുന്നത് 2ലാണ്. സോ ദർ ഈസ് ഓൺലി വൺ കോമൺ വാല്യൂ. അതുകൊണ്ട് ഇവർ തമ്മിൽ ഈക്വൽ ആവേണ്ടത് എവിടെ തന്നെ ആയിരിക്കണം? ആ കോമൺ വാല്യൂവിൽ തന്നെ ആവണം. അപ്പോൾ ഈ വാല്യൂ ഈ 4x + 4 - x 2 ആവുന്നതും അതുപോലെ x² + x/6 2 ആവുന്നതും എല്ലാം x = 0യിലാണ്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. സോ 4x + 4 - x must be equal to 2, ദാറ്റ് ഈസ് അറ്റ് x = 0. അതേ x = 0 ഇവിടെ കൊടുത്താൽ x² + x/6 0 ആവും. cos 0 1 ആണ്, × 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതും 2 ആവും. സോ ദ ബെസ്റ്റ് സൊല്യൂഷൻ, ദർ ഈസ് ഓൺലി വൺ സൊല്യൂഷൻ, ദാറ്റ് ഈസ് x = 0. അത് പിന്നീട് ഒബ്സർവേഷൻ ആണ്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെയാണ്. ട്രിഗണോമെട്രിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ആക്ച്വലി ദ ക്വസ്റ്റ്യൻ ഈസ് റിഗാർഡിംഗ് ദ റേഞ്ച് ഓഫ് ദീസ് ടു ഫംഗ്ഷൻസ്. പലപ്പോഴും ഇക്വേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റേഞ്ച് എന്നൊരു വാക്കോ അല്ലെങ്കിൽ അങ്ങനെ റേഞ്ച് വഴിയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഹിൻറ്റും ഇവിടെ എവിടെയും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ 0 x = 0 കിട്ടിയാൽ നേരെ കൊണ്ടുപോയിട്ട് ഓപ്ഷൻ സി 0 ബബിൾ ചെയ്യരുത്, തെറ്റും. കാര്യം ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് എന്നാണ്, അതായത് x belongs to R. അപ്പോൾ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഈ സെറ്റിലുള്ള എലമെൻറ്റ്സ്. സോ S = സെറ്റ് 0. സോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദാറ്റ് സെറ്റ് ഈസ് 1. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചോദിക്കുക സൊല്യൂഷൻ ആയിരിക്കും, ചിലപ്പോൾ ചോദിക്കുക നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. ഒന്നിലധികം സൊല്യൂഷൻ ഉണ്ടെങ്കിൽ സം ഓഫ് സൊല്യൂഷനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ലെറ്റ്സ് കണ്ടിന്യൂ. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. S = ക്ലോസ്ഡ് -π to ഓപ്പൺ π/2. അതിൽ നിന്ന് കുറേ വാല്യൂസ് മാറ്റിയിട്ടുണ്ട്. -π/2, -π/4, -3π/2, -π/4. ഇതൊന്നും ആ സെറ്റിൽ ഇല്ല, റിമൂവ്ഡ് ആണ്. ദെൻ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ് എ അഗെയിൻ θ belongs to S where tan θ × 1 + √5 tan of 2θ is equal to √5 - tan of 2θ. കാണുന്ന സമയത്ത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ ഫീൽ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. കാരണം ഇക്വേഷൻ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല, അത്ര പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും എന്നൊരു ഫീലും നമുക്കിത് തരുന്നില്ല. പക്ഷേ അപ്പോഴാണ് നമ്മൾ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസിൻ്റെ ഒരു ഫോർമാറ്റിനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് tan of a - b നമുക്കറിയാം, വി ഹാവ് സ്റ്റഡീഡ് ദിസ്. tan of a - b is equal to tan a - tan b divided by 1 + tan a tan b ആണ്. ആ ഒരു സ്ട്രക്ചർ നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്താൽ ഇവിടെ കാണാൻ പറ്റും. ഈ ക്വസ്റ്റ്യനിൽ LHS-ലുള്ളത് tan θ × 1 + √5 tan θ. ആ √5നെ നിങ്ങളൊരു tan a എന്ന് വിളിച്ചാൽ മതി, tan 2θ tan b എന്ന് വിളിച്ചാൽ മതി. RHS-ലുള്ള ഈ √5നെ tan a എന്ന് വിളിച്ചാൽ ഇയാൾക്ക് പകരം വെറുതെ tan a എന്ന് വിളിക്കടാ. ഇവിടെ √5 ഉണ്ട്, അയാൾ tan a എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഇൻ ദ ഫോം tan a - tan b divided by 1 + tan a tan b. അത് tan of a - b ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ tan θ = tan α ടൈപ്പ് ട്രിഗണോമെട്രിക് ഇക്വേഷൻ വരും. അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് tan θ = tan α ആണെങ്കിൽ θ = nπ + α ആണ്. ഫോർ ഓൾ n belongs to Z എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ -π മുതൽ π/2 വരെയുള്ള ആളുകൾ, ഇത് ജനറൽ സൊല്യൂഷനാണ്. അതിൽ നിന്ന് -π മുതൽ π/2 വരെ ക്വസ്റ്റ്യനിൽ തന്ന ഇൻ്റർവെല്ലിലുള്ള ആളുകളെ മാത്രം ഓപ്റ്റ് ചെയ്യുക. അങ്ങനെ ഓപ്റ്റ് ചെയ്താൽ ആ സെറ്റ് നമുക്ക് കിട്ടും. ആ സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദിസ് സെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇൻഡയറക്ട്ലി ചോദിക്കുന്നത് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ ആണ്. അതിനുള്ളിലുള്ളത് ഇവിടെ a = സെറ്റ് ഓഫ് ഓൾ θ belongs to S such that എന്ന് പറഞ്ഞ് പിന്നീട് വരുന്ന ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണ്. ആ ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻസിൻ്റെ എണ്ണം തന്നെയാണ് ഇൻഡയറക്ട്ലി ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ് മനസ്സിലാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ ഈസ് ഹാഫ് ദ സൊല്യൂഷൻ എന്നാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ വാട്ട് ക്യാൻ വി ഡു ഫ്രം ദിസ് പൊസിഷൻ? tan θ × 1 + √5 tan of 2θ is equal to √5 - tan of 2θ. Okay, so tan θ is equal to √5 - tan of 2θ all divided by 1 + √5 tan θ. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഹിൻ്റ് എന്താണെന്നുള്ളത്. ആ √5നെ നമ്മൾ വെറുതെ ഒരു tan α എന്ന് വിളിക്കുക. സോ tan θ will become like tan α - tan of 2θ all divided by 1 + tan α tan of 2θ. ഇവിടെ 2θ ഉണ്ട്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യാൻ തോന്നുന്നതെന്ന് വെച്ചാൽ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസിനെ പറ്റി നമുക്ക് നല്ല ധാരണ വേണം. തുടക്കം sin a + b എന്താണ്, sin a - b എന്താ. അപ്പോൾ ആ ഒരു ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, cos² θ + sin² θ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് = 1 എന്നതിന് കാര്യപ്പെട്ടൊരു സ്കില്ലൊന്നും ആവശ്യമില്ല. പക്ഷെ ഒരു കോണ്ടെക്സ്റ്റിൽ 1ന് പകരം cos² θ + sin² θ എന്ന് എഴുതി കൊടുത്താൽ
അവിടെ നിന്ന് തുടർന്ന് മുമ്പോട്ട് പോയി ഒരു ഫോർമുല അവൈലബിൾ ആയിട്ടുള്ള പൊസിഷനിലെത്തി അവിടെ നിന്ന് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി 1നെ റീപ്ലേസ് ചെയ്ത് cos square theta plus sin square theta എന്ന് എഴുതാനാണ് വലിയ സ്കില്ല് വേണ്ടത്. പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് cos square theta plus sin square theta കണ്ടാൽ ഈക്വൽ ടു 1 എന്ന് എഴുതാൻ മാത്രമേ ഈ ഫോർമുല കൊണ്ട് ചെയ്യാൻ അറിയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ അബദ്ധം. ഈ ഫോർമുലയുടെ മാത്രമല്ല ബാക്കി എല്ലാ ഫോർമുലയുടെയും. അപ്പോൾ ഫോർമുലയുടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം. അതിന് അങ്ങോട്ട് പഠിക്കുന്ന ഡയറക്ഷനിലായിരിക്കണം എന്നില്ല എപ്പോഴും ഉപയോഗിക്കേണ്ടി വരിക. ഇവിടെ ഇപ്പോൾ അത് തന്നെയാണ് അവസ്ഥ. tan of a minus b ചോദിച്ചാൽ അത് tan a minus tan b ഡിവൈഡ് ബൈ 1 plus tan a tan b ആണെന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാ കുട്ടികളും പറയുന്നത് എനിക്കറിയാം. പക്ഷേ ഇതുപോലത്തെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഒരു പൊസിഷനിൽ ഇത് ഡിവൈഡ് ചെയ്ത് √5ന് tan alpha എന്ന് കൊടുത്ത് അത് tan alpha minus tan 2 theta ഡിവൈഡ് ബൈ 1 plus tan alpha tan 2 theta എന്നായി. അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ tan theta is equal to tan of alpha minus 2 theta എന്ന് എഴുതുന്നിടത്താണ് ഒരു JEE പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായ സ്കില്ല് കിടക്കുന്നത്. അപ്പോൾ ഫോർമുലകൾ നല്ല തറോ ആയിരിക്കണം. അത് അടുത്തുകൂടി പോയാൽ നമുക്ക് മനസ്സിലാവണം. അത് ആ ഒരു ഒറിജിനൽ ഫോമിലൊന്നും ആയിരിക്കണം എന്നൊന്നുമില്ല. അതിൻ്റെ ഈ എന്താ പറയുക ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുടെ രാപ്പനി നമുക്ക് മനസ്സിലാവണം. അപ്പോഴാണ് ഇതിനൊക്കെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ ഇട്ട ആൾ ചിന്തിച്ച വഴികളിലൂടെയൊക്കെ ചിന്തിക്കാൻ പറ്റണം. അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനുള്ളൊരു എബിലിറ്റി കിട്ടുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഏത് ഫോമില tan theta is equal to tan of alpha minus 2 theta എന്ന് പറയുമ്പോൾ tan x is equal to tan alpha ഫോമിലാണ്. അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. theta is equal to n pi plus alpha minus 2 theta. അതിൽ ആ മൈനസ് ഓഫ് 2 theta അങ്ങോട്ടേക്ക് എടുത്താൽ പ്ലസ് 2 theta ആവും. സോ theta plus 2 theta is 3 theta is equal to n pi plus alpha. സോ ഈ വാല്യൂസ് എവിടേക്കാണ് വരിക നോക്കാം. അപ്പോൾ നമുക്ക് തീറ്റ എവിടെയാണെന്ന് അറിയാം. -π to 3π/2 ആണ്. പക്ഷേ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ള തീറ്റ അല്ല 3 theta ആണ്. അപ്പോൾ 3 theta എവിടെയാണെന്ന് ആദ്യം കണ്ടത് ആ റേഞ്ചിനെ ഒന്ന് സ്കെയിൽ ചെയ്യണം. സോ -π ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ π/2 ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ക്ലോസ്ഡ് ഇൻ്റർവെൽ -π ടു ഓപ്പൺ ഇൻ്റർവെൽ π/2. സോ വി നീഡ് വേർ 3 theta ലൈസ്. സോ -3π ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 theta ലെസ് ദാൻ 3π/2. ഈ ഒരു ഇൻ്റർവെല്ലിൽ -3π മുതൽ 3π/2 വരെ ഇതിൽ എന്നിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. അതിലൊരു വാല്യൂ ഉറപ്പാണ്. എന്നിന് -3 കൊടുത്താൽ മതി. പിന്നെ -2 കൊടുക്കാം, പിന്നെ -1 കൊടുക്കാം, 0 കൊടുക്കാം, 1 കൂടി കൊടുക്കാം. 1 കൊടുത്താൽ π പ്ലസ് tan inverse √5 അത് 3π/2 ക്രോസ് ചെയ്യൂല. സോ യു ക്യാൻ ടേക്ക് 5 വാല്യൂസ്. 3 theta is equal to ആദ്യം -3. അത് ഈ -3π നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ എന്നിന് -3 കൊടുത്താൽ -3π പ്ലസ് -3π ആണ് ഇത്. അപ്പോൾ -3π പ്ലസ് ചെയ്യുമ്പോൾ that will be greater than -3π. This is the logic I am applying. -4π കൊടുത്താൽ -4π പ്ലസ് അതൊരിക്കലും -3π മുകളിലോട്ട് പോകില്ല. ഐ എം ടേക്കിംഗ് വാല്യൂസ് ഇൻ ദിസ് ഇൻ്റർവെൽ. അപ്പോൾ ഇത് ജനറൽ സൊല്യൂഷൻ ആണ്. ഫ്രം -∞ to ∞. അത്ര റേഞ്ച് നമുക്കില്ല. വി ഹാവ് ദ റേഞ്ച് ഓൺലി ഫ്രം -π to π/2. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ -3π ഇത് നോക്കുന്നത്? കറൻ്റ്ലി നമ്മൾ സൊല്യൂഷൻ എഴുതുന്നത് തീറ്റയ്ക്ക് വേണ്ടിയിട്ടല്ല, 3 theta വണ്ടിയാണ്. ഇവിടെയാണ് തീറ്റ ലൈ ചെയ്യുന്ന ഇൻ്റർവെൽ. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി 3 theta ഇവിടെയാണ്. ആ വാല്യൂസ് ആണ് ഇപ്പോൾ എടുക്കുന്നത്. പിന്നീട് തീറ്റയാക്കി നമുക്ക് മാറ്റാം. സോ 3 theta is equal to -3π plus alpha -2π plus alpha -π plus alpha π plus alpha. These are the 5 values possible for 3 theta. So what are the values possible for theta? Theta is equal to divide this 3. So -π plus alpha by 3 -2π/3 plus alpha by 3 -π/3 plus alpha by 3 π/3 plus alpha/3. എണ്ണത്തിലൊരു വ്യത്യാസം വരില്ല എന്ന് ഉറപ്പല്ലേ. 3 theta നമ്പർ ഓഫ് സൊല്യൂഷൻ ആയതുകൊണ്ട് ആക്ച്വലി ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഫോർ 3 theta is 5. സോ ദർ വിൽ ബി എ കറസ്പോണ്ടിങ് വാല്യൂസ് ഫോർ തീറ്റ. 3 theta ഓരോ വാല്യൂനും തീറ്റയ്ക്ക് ഒരു കറസ്പോണ്ടിങ് വാല്യൂ ഉണ്ട്. അപ്പോൾ അവിടെ 5 ആണെങ്കിൽ ഇവിടെ 5. കൂടുതൽ എണ്ണി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ആൻസർ ആയി. സോ ആൻസർ ഈസ് 5. 5 സൊല്യൂഷനാണ് ഇവിടെ നമുക്കുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ എടുത്തിട്ടുള്ളത് ദിശൻ്റെ മെറ്റീരിയൽസ് എന്നാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാകണം ഒരു ബുക്കിലുള്ള പ്രിൻറ്റ് കിടക്കുന്ന പോലെയാണ് ഇത് കിടക്കുന്നത്. ഒരു ഫ്ലെക്സിൽ എന്ന് പറയുന്ന ഒരു ആപ്പ് വെച്ചിട്ട് വെറുതെ ഈ ഗുഡ് നോട്ടിലേക്ക് ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ദിശൻ്റെ എന്താ പറയുക ഹാർഡ് കോപ്പി സോഫ്റ്റ് കോപ്പി എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇതേ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് അതിൽ കാണാം. ഇതിൻ്റെയൊക്കെ കീ അതിനകത്തുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി ഞാനിവിടെ പറയുന്നതൊക്കെ ശരി തന്നെയല്ലേ എന്ന് നിങ്ങൾക്ക് പിന്നീട് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. ഞാൻ പറഞ്ഞ സൊല്യൂഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദിശക്ക് ചിലപ്പോൾ വേറെ സൊല്യൂഷൻ കിടപ്പുണ്ടാവും. നിങ്ങൾക്ക് അത് നോക്കി പഠിക്കുകയും ഒക്കെ ചെയ്യാം. അതായത് എനിക്കറിയാവുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് അതുപോലെ തന്നെ റിവീൽ ചെയ്ത് തന്നേക്കുവാണ്. നിങ്ങൾ മാക്സിമം പഠിക്കണം. വേറെ എനിക്കിതിൽ വേറെ താല്പര്യങ്ങളൊന്നുമില്ല. സോ ലെറ്റ് us go to next. S is equal to set of all theta belongs to open interval 0 to π/2 sigma m from 1 to 9 sec of theta plus n minus 1 into π/6 into sec of theta plus m
into pi by 6 is equal to minus of root 3 by 8. ഇവിടെ നമുക്ക് then എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ അവിടെ വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല, ബാക്കി ഓപ്ഷൻസ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓപ്ഷൻ എയും ബിയും പറയുന്നത് ആ എസ് എന്ന് പറയുന്ന സെറ്റ്, അതായത് തീറ്റ ബിലോങ്സ് ടു അല്ലേ, ഇതൊരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണല്ലോ. ട്രിഗണോമെട്രിക് ഇക്വേഷനിൽ തീറ്റൻ്റെ ടേമിലാണല്ലോ. അപ്പോൾ ആ തീറ്റ ബിലോങ്സ് ടു ഈ ഇൻ്റർവെൽ എന്ന് പറയുന്നത് ആ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻസിൻ്റെ കളക്ഷനാണ് ഈ സെറ്റ്. അതെന്താണെന്നാണ് ചോദ്യം. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്യുന്ന, അതായത് ഇതിൻ്റെ സൊല്യൂഷൻസ് ആരൊക്കെയാണ് ഈ ഒരു വലിയ ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെ, അതിൽ സമ്മേഷനൊക്കെ ഇൻവോൾവ് ആണ്. അപ്പോൾ ഒത്തിരി ആലോചിക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നതാണ് എയും ബിയും. രണ്ടാമത്തത് സിഗ്മ തീറ്റ ബിലോങ്സ് ടു എസ് തീറ്റയാണ്, അതായത് അതിൻ്റെ സം ഓഫ് സൊല്യൂഷൻസിനെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. വലിയ പണിയൊന്നുമില്ല. ആദ്യം നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. സൊല്യൂഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻസിൻ്റെ സെറ്റായിരിക്കും എസ്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടി വാല്യൂസ്, ഐ മീൻ 2 ആണോ 3 ആണോ അറിയില്ല, കാരണം ഇത് ഇത്ര ചെറിയൊരു സെറ്റാണ്. ഓപ്പൺ ഇൻ്റർവെൽ 0 pi by 2 ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 2 സൊല്യൂഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. നമുക്ക് നോക്കാം. അതിലുള്ള വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ pi by 2 ആണോ കിട്ടുന്നത്, 3 pi by 4 ആണോ കിട്ടുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സി ആണോ ഡി ആണോ എന്ന് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. സോ വാട്ട് ഇസ് അവർ പ്ലാൻ? വി ആർ ഗോയിങ് ടു സോൾവ് ദിസ് ട്രിഗണോമെട്രിക് ഇക്വേഷൻ. എന്നിട്ട് ആ കിട്ടിയ വാല്യൂസിൻ്റെ കളക്ഷനും നമ്മൾ ഉണ്ടാക്കും, അതിൻ്റെ സമ്മും നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ പിക്ക് ചെയ്യും. ആൻഡ് ട്രസ്റ്റ് മീ, ഈ ക്വസ്റ്റ്യനിൽ ഈ സീക്കിന് പകരം സിഗ്മ എം ഫ്രം 1 to 9 പകരം 1 to 6, സീക്കിന് പകരം കൊസീക്ക് തീറ്റ പ്ലസ് M-1 ഇൻറ്റു പൈ ബൈ 6 പകരം പൈ ബൈ 4, അടുത്ത സീക്കിന് പകരം കൊസീക്ക് തീറ്റ പ്ലസ് എം പൈ ബൈ 6 പകരം എം പൈ ബൈ 4 ഇസ് ഈക്വൽ ടു -8 ബൈ റൂട്ട് 3 പകരം 4√2 ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ. 4√2 തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ദിസ് ഇസ് ആൻ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ഇൻ 2009. 2009 JEE അഡ്വാൻസ്ഡിന്, അന്ന് JEE അഡ്വാൻസ്ഡ് എന്നൊന്നും പറയാൻ കഴിയില്ല. 2013 JEE Main JEE അഡ്വാൻസ്ഡ് സീരീസ് ഒക്കെ ഉണ്ടായത്. അതിൻ്റെ മുന്നേ IIT JEE എന്നാണ് പറയാം. അത് JEE Mainന് പകരം AIEEE ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഇത് AIEEE എഴുതിയിട്ട് ആവശ്യം ഉണ്ടായിരുന്നില്ല IIT JEE എഴുതാം, അത് ഫീസ് അടച്ച് വേറെ എഴുതായിരുന്നു. അപ്പോൾ എനിവേ ഇപ്പോഴത്തെ പേരാണ് JEE അഡ്വാൻസ്ഡ്. ഈ IIT JEE പരീക്ഷയ്ക്ക് ഇതേ ക്വസ്റ്റ്യൻ, ചെറിയ വ്യത്യാസമുള്ളൂ. ഇവിടെ എം ഫ്രം 1 to 9 ആണ്, ഇവിടെ 1 to 6 ആണ്. ഇവിടെ പൈ ബൈ 6 ആണ്, അതിന് പകരം ഇവിടെ പൈ ബൈ 4 ആണ്. അതുപോലെ RHSൽ -8 ബൈ റൂട്ട് 3, അവന് എന്തായാലും മാറുമല്ലോ. അതുപോലെ ഇവിടെ സീക്കാണ്, ഇവിടെ കൊസീക്കാണ്. ഇങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതേ ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഈ 2009 അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 2022 JEE Mainന് 2009 JEE അഡ്വാൻസ്ഡിൻ്റെ നിലവാരം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. JEE Mainൻ്റെ ഒരു ലെവൽ 2019 ശേഷം ഭയങ്കരമായിട്ട് കൂടി വരുമായിരുന്നു. 20, 21, 22 ഓരോ വർഷവും ടഫായാണ് വന്നിരുന്നത്. 23 ഞാൻ അതിനേക്കാൾ ടഫാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഫേസ് 1 വളരെ ഈസി ആയിട്ടാണ് മാത്സ് വന്നത്. ഓക്കെ, എന്തോ ആവട്ടെ. അപ്പോൾ ഹിസ്റ്റോറിക്കലി ഏറ്റവും ടഫായിട്ടുള്ള പരീക്ഷ നടന്നത് 2022 എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ ക്വസ്റ്റ്യനൊക്കെ അതിനെ സാധൂകരിക്കുന്നതാണ്, ആ ഒരു ആർഗ്യുമെൻറ്റിന്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. സിഗ്മ എം ഫ്രം 1 to 9, ആ 2 സീക്കിനെ നമുക്ക് താഴോട്ടേക്ക് എടുത്ത് കോസ് ആക്കാം. സോ 1 by cos of theta plus M-1 pi by 6, again cos of theta plus M pi by 6. പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഈ സീക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ താഴോട്ടേക്ക് ഇട്ടിട്ട് കോസാക്കി. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം എന്നുള്ളതിലുപരി ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള മെത്തേഡ് കൂടിയാണ്. ഓക്കെ, ഈ M-1 pi by 6 M pi by 6 തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇനി നോക്കേണ്ടത്. ഈ പ്രോബ്ലത്തിലാവുമ്പോൾ അത് pi by 4 ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ pi by 6 ആണ്. അപ്പോൾ അതിൻ്റെ സൈൻ, ഇത് രണ്ടും സെയിം ഫംഗ്ഷൻ, രണ്ടും കോസാണ് അല്ലെങ്കിൽ രണ്ടും സൈനാണ്. അങ്ങനെ വരുമ്പോഴാണ്, രണ്ടും സൈനോ 2 കോസും ആണെങ്കിലാണ് സൈനിൻ്റെ ഇതിൽ ചെയ്യേണ്ടി വരിക. രണ്ടും ഡിഫറെൻറ്റ് ഫംഗ്ഷൻ, ഇതിൽ ഒരാൾ കോസും ഒരാൾ സൈനോ ആണെങ്കിൽ നിങ്ങൾ മുകളിൽ എടുക്കേണ്ടത് കോസാണ്. അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിനോട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 2 times M from 1 to 9. ഈ 1ന് പകരം ഞാൻ sin pi by 6 എന്ന് എഴുതാണ്. അപ്പോൾ പ്രശ്നം തീർന്നു. sin pi by 6 is 1/2. ആ 1/2 കോമ്പൻസേറ്റ് ചെയ്യാൻ ഞാൻ ആദ്യമേ ഒരു 2 ബോർഡ് വെച്ചിട്ടുണ്ട്. മാനിപ്പുലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓൾ ഡിവൈഡഡ് ബൈ cos of theta plus M-1 pi by 6 into cos of theta plus M pi by 6. This is equal to 2 sigma M from 1 to 9. This pi by 6 is the difference of these two angles. Theta plus M-1 into pi by 6 is the first angle. Theta plus M pi by 6 is the second angle. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ pi by 6. അപ്പോൾ അത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. Sin of theta plus M pi by 6 minus of theta plus M-1 into pi by 6. ഇതിങ്ങനെ കോംപ്ലിക്കേറ്റ് ചെയ്ത് പോവുകയാണല്ലോ എന്ന് വിചാരിക്കരുത്, പേടിക്കേണ്ട. ഒരൊറ്റ സ്റ്റെപ്പ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ
നമുക്കത് വളരെ ഈസി ആയിട്ട് ആ സിഗ്മ അവർ എയിം ഈസ് ടു ടേക്ക് ദാറ്റ് സമ്മേഷൻ. ഇതിങ്ങനെ പ്രോഡക്റ്റാണ്, ഈ പ്രോഡക്റ്റിൻ്റെ സമ്മേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ ആ പ്രോഡക്റ്റിനെ ഞാനൊരു ഡിഫറൻസ് ആക്കി മാറ്റിയതാണ്. ഡിഫറൻസ് എടുത്ത് സമ്മേഷൻ എടുക്കുമ്പോൾ അഡ്ജസൻറ്റ് ടേംസ് ഇങ്ങനെ ക്യാൻസലായി പോകും. എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി പ്ലസ് സി മൈനസ് ഡി അങ്ങനെ എഴുതി അടുത്തടുത്ത ടേംസ് ക്യാൻസൽ ആവുമല്ലോ. അതിനെ ഡിഫറൻറ്റ് സീരീസ് എന്നൊക്കെ സീക്വൻസ് ആൻഡ് സീരീസിൽ നമ്മൾ പഠിക്കുന്ന മെത്തേഡ് തന്നെയാണത്. അതും ട്രിഗണോമെട്രിയും കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. JEE മെയിനിൽ അങ്ങനെയൊക്കെയാണ്. Okay, so cos of theta plus m pi by 6, if I am not mistaken. Okay, now you observe the numerator that is in the form sin of a minus b, where a is theta plus m pi by 6 and b is theta plus m minus 1 into pi by 6. അപ്പോൾ അതിനെ നമുക്ക് expand ചെയ്യാം. What is sin of a minus b? What is sin of a minus b? Sin a cos b minus cos a sin b. So sin of theta plus m pi by 6 cos of theta plus m minus 1 pi by 6 minus cos of theta plus m pi by 6 sin of theta plus m minus 1 pi by 6 all divided by cos of theta plus m pi by 6 cos of theta plus m minus 1 pi by 6. Now let us divide this. This is equal to 2 times sigma m from 1 to 9. How can we divide this? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സൈൻ തീറ്റ പ്ലസ് എം പൈ ബൈ 6 താഴെയുള്ള കോസ് തീറ്റ പ്ലസ് എം മൈനസ് 1 പൈ ബൈ 6 ഇതുമായിട്ട് ക്യാൻസൽ ആവും. പിന്നെ ഈ സൈനും ഈ കോസും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ ടാൻ ആവും. സോ ടാൻ ഓഫ് തീറ്റ പ്ലസ് എം പൈ ബൈ 6. അതുപോലെ സെക്കൻഡ് ടേമിൽ ഇവിടെ കോസ് ഓഫ് തീറ്റ പ്ലസ് എം പൈ ബൈ 6ഉം ഈ കോസ് ഓഫ് തീറ്റ പ്ലസ് എം പൈ ബൈ 6 തമ്മിൽ ക്യാൻസൽ ആവും. പിന്നെ അവിടെ സൈൻ ബൈ കോസ് തന്നെയാണ്. സൈൻ ബൈ കോസ് ടാൻ ആണ്. സോ ടാൻ ഓഫ് തീറ്റ പ്ലസ് എം മൈനസ് 1 ഇൻറ്റു പൈ ബൈ 6. ഇനി നോക്കിയാൽ കാണാം ഈ ടാൻ ഓഫ് തീറ്റ പ്ലസ് എം പൈ ബൈ 6നെ വി എം എന്ന് വിളിച്ചാൽ ടാൻ ഓഫ് തീറ്റ പ്ലസ് എം മൈനസ് 1 ഈ എം ഇരുന്ന അതേ പൊസിഷനിലൂടെ എം മൈനസ് 1 അതിനെ വി എം മൈനസ് 1 എന്ന് വിളിക്കാം. എളുപ്പത്തിന് വേണ്ടി മാത്രമല്ല, ഇതിങ്ങനെ ഒരു എഴുതിയതിന് ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും എഴുതിയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ടാൻ ഓഫ് തീറ്റ പ്ലസ് എം പൈ ബൈ 6 ഇസ് വി എം ആൻഡ് ടാൻ ഓഫ് തീറ്റ പ്ലസ് എം മൈനസ് 1 പൈ ബൈ 6 ഇസ് വി എം മൈനസ് 1. അത് നമ്മൾ 9 ടേംസ് ആഡ് ചെയ്യാൻ പോവാണ്, എം ഫ്രം 1 to 9. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു v1 മൈനസ് v0 പ്ലസ് v2 മൈനസ് v1 plus v3 minus v2 plus etc. v9 minus v8 സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. v1 minus v1 v2 minus v2 ഇങ്ങനെ ക്യാൻസൽ ആവും. സോ ദിസ് ഇസ് 2 times v9 minus v0. ഈ v9 കിട്ടാൻ നമുക്ക് വി എമ്മിലെ എമ്മിന് പകരം 9 കൊടുത്താൽ മതി. സോ ദാറ്റ് ഈസ് ടാൻ ഓഫ് തീറ്റ പ്ലസ് 9 pi by 6. അതിൽ 3 കട്ട് ചെയ്താൽ 3 pi by 2. സോ തീറ്റ പ്ലസ് 3 pi by 2. അത് ടാൻ ഓഫ് 3 pi by 2 പ്ലസ് തീറ്റ ആണ്. എവരിബഡി നോസ് ദാറ്റ് ഈസ് മൈനസ് ഓഫ് കോട്ട് തീറ്റ. റിഡക്ഷൻ ഫോർമുല. അപ്പോൾ ട്രിഗണോമെട്രിക് ഇക്വേഷൻസിൽ പലപ്പോഴും ട്രിഗണോമെട്രിക് ഫോർമുല ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ഒരുപാട് കയറി വരും. സൈൻ ഓഫ് 5 by 2 മൈനസ് തീറ്റ കോസ് തീറ്റ ആണ്. സൈൻ ഓഫ് 5 by 2 പ്ലസ് തീറ്റ കോസ് തീറ്റ ആണ്. അങ്ങനെ ഒക്കെ വേണ്ടി വരും. ഇവിടെ ഇപ്പോൾ വന്നേക്കുന്നത് ടാൻ ഓഫ് 3 pi by 2 പ്ലസ് തീറ്റ ആണ്. 3 pi by 2 ഇസ് ഓൺ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്. അവിടുന്ന് പ്ലസ് തീറ്റ ചെയ്താൽ യു വിൽ ഗോ ടു ദ ഫോർത്ത് ക്വാഡ്രന്റ് ടാൻ ഇസ് നെഗറ്റീവ്. അപ്പോൾ അത് കോട്ട് തീറ്റ നല്ല വരിക, മൈനസ് കോട്ട് തീറ്റ ആണ് വരിക. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അടുത്ത v0 ആണ്, എമ്മിന് 0 കൊടുത്താൽ മതി. സോ മൈനസ് ഓഫ് കോട്ട് തീറ്റ. വെൻ യു പുട്ട് m equal to 0 യു വിൽ ഗെറ്റ് മൈനസ് ഓഫ് കോട്ട് തീറ്റ. സോ ഇതിനെ നേരത്തെ പറഞ്ഞ റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്താൽ -2 ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റയാണ്. എല്ലാവർക്കും അറിയാം ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ എന്ന് പറയുന്നത് 2 കൊസീക്ക് 2 തീറ്റയാണ്. അത് അറിയില്ലെങ്കിൽ പഠിച്ചു വെച്ചോ. കോട്ട് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 2 കൊസീക്ക് 2 തീറ്റ. കോട്ട് തീറ്റ മൈനസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 2 കോട്ട് 2 തീറ്റ. ഇത് എന്തോ ആകാശത്ത് നിന്ന് കിട്ടിയ ഭയങ്കര സംഭവം, വേറെ ആർക്കും അറിയാത്ത എനിക്ക് മാത്രം അറിയുന്ന ഒരു ഫോർമുലയൊന്നുമല്ല. ആ കോട്ട് തീറ്റക്ക് പകരം കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്നും ടാൻ തീറ്റക്ക് പകരം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആയി പോകും. താഴെ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും. അതിലൊരു 2 മൾട്ടിപ്ലൈ ചെയ്താൽ അത് 2 സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ 2 തീറ്റ ആവും. ആ സൈൻ 2 തീറ്റ മുകളിലോട്ടേക്ക് എടുക്കും, കോസിക്ക് 2 തീറ്റ ആവും. ഇത്രയേ ഉള്ളൂ സംഭവം. അതേപോലെ ഇവിടെ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. കോട്ട് തീറ്റനെ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ, ടാൻ തീറ്റനെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് 2 തീറ്റയാണ്. ആ ഫോർമുല കൃത്യമായി ഓർത്ത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവഞ്ച്വലി നിങ്ങൾക്ക് കോട്ട് 2 തീറ്റ എന്ന് കിട്ടിക്കോളും. ഇത് ഞാൻ ഈ +1 ആദ്യമായിട്ട് ട്രിഗണോമെട്രി കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ട്യൂഷൻ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വെറുതെ അവരെ ഒരു എന്താ പറയുക ഫോർമുല അപ്ലൈ ചെയ്യാനുള്ള സ്കില്ല് ഒന്ന് ഡ്രിൽ വർക്കിന് വേണ്ടിയിട്ട് ക്ലാസ്സിൽ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കാം. ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ ഇവിടെ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റക്ക് പകരം 2 കൊസീക്ക് 2 തീറ്റ എന്ന് കൊടുത്താൽ അത് -4 കൊസീക്ക് 2 തീറ്റ എന്നായി. ദാറ്റ് വാല്യൂ ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. എത്രയായിരുന്നു? -8/√3. വി ആർ ദർ. ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഡൺ. തീരുമാനമായി.
minus 8 by root 3. A minus 4 on the cancel ചെയ്താൽ you will get cosec 2 theta is equal to 2 by root 3. അഥവാ sin of 2 theta is equal to root 3 by 2. ഇനിയാണ് പ്രശ്നം. തീറ്റ എവിടെയാണെന്ന് ഈ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് 0 to pi by 2 ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ we are not solving for theta now. Currently we are at 2 theta. അപ്പോൾ 2 തീറ്റ എവിടെയാണെന്ന് നോക്കണം. സോ 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ പൈ ബൈ 2 മീൻസ് 0 ലെസ് ദാൻ 2 തീറ്റ ലെസ് ദാൻ പൈ. അതെങ്ങനെ കിട്ടിയത്? ഐ ജസ്റ്റ് മൾട്ടിപ്ലൈഡ് ദാറ്റ് ഇനീക്വാലിറ്റി ബൈ 2. ആ 2 ഒരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് ഇനീക്വാലിറ്റി ഞാൻ റിവേഴ്സ് ചെയ്യുന്നില്ല. മൈനസ് ആണെങ്കിൽ ഇനീക്വാലിറ്റിക്ക് തിരിച്ചിടണമായിരുന്നു. ഓക്കെ, അതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ 0 to pi മീൻസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റ്. ഇവിടെ സൈൻ 2 തീറ്റ റൂട്ട് 3 ബൈ 2 അത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് വാല്യൂവിന് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവും, സെക്കൻഡ് ക്വാഡ്രന്റിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. സോ വാട്ട് ഇസ് ദാറ്റ്? 2 theta is equal to pi by 6 in the first quadrant or 5 pi by 6 in the second quadrant. അപ്പോൾ ഞാൻ ജനറൽ സൊല്യൂഷൻ അല്ല ഇവിടെ എടുത്തത്. sin 2 theta is equal to root 3 by 2 എന്ന് കണ്ടാൽ ഉടനെ നമുക്ക് ചാടിക്കറി എഴുതാവുന്ന സാധനമാണ്. 2 theta is equal to sin 2 theta root 3 by 2 അല്ല, 5 by 6 അല്ലല്ലോ, pi by 3 or 2 pi by 3, pi by 3 or 2 pi by 3. യെസ്, തീറ്റ ആണ്. ഓക്കെ, സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 1 by 2 ആയിരുന്നെങ്കിലാണ് പൈ ബൈ 6 ഓർ 5 pi by 6 എഴുതേണ്ടത്. ദാറ്റ് ഇസ് മൈ ബാഡ്, മൈ മിസ്റ്റേക്ക്. സോ പാർഡൻ മീ, കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് 2 തീറ്റ. ഫ്രം ദാറ്റ് യു വിൽ ഗെറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു പൈ ബൈ 6 ഓർ പൈ ബൈ 3. ഈ രണ്ട് വാല്യൂസ് ആണ്. പക്ഷേ എനിക്ക് ഞാൻ പറയാൻ വന്ന പോയിന്റ് ഇതല്ല. സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് 3 by 2 എന്ന് കണ്ടാൽ ഉടനെ നമ്മൾ ചാടി കയറി എഴുതുക 2 തീറ്റ ഇസ് ഈക്വൽ ടു n pi plus minus 1 raised to n pi by 3 എന്നായിരുന്നു എഴുതുക. അതാണ് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ. പക്ഷേ ഇവിടെ അത് എടുക്കാതിരുന്നതിൻ്റെ റീസൺ ഇവിടെ അത് പ്രത്യേകം പറയുന്നുണ്ട്. തീറ്റ എവിടെ മാത്രമേ ഉള്ളൂ? 0 to pi by 2 ഉള്ളൂ. അഥവാ 2 തീറ്റ 0 to pi മാത്രമേ. അതുകൊണ്ടാണ് ആ ഇൻ്റർവെല്ലിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ആ രണ്ട് വാല്യൂസ് കൂടി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അതിൻ്റെ സൊല്യൂഷൻ കിട്ടിയോ നോക്കാം. യെസ്, ആൻസർ ആയോ? സിഗ്മ തീറ്റ ബിലോങ്സ് ടു എസ്. തീറ്റ ഇസ് ഈക്വൽ ടു pi by 6 plus pi by 3. എല്ലാവർക്കും അറിയാം pi by 6 plus pi by 3 is pi by 2. എസ് എന്ന് പറയുന്ന സെറ്റ് pi by 6, pi by 3 ആണ്. ഈ രണ്ട് വാല്യൂസ് ഉള്ളതാണ്. അങ്ങനെ ഒരു സെറ്റും അവിടെ ഇല്ല. ഓപ്ഷൻ എയിലും സെറ്റിൽ ഒരു വാല്യൂ സിംഗിൾട്ടൺ സെറ്റാണ്, ഓപ്ഷൻ ബിയിലും സിംഗിൾട്ടൺ സെറ്റാണ്. അപ്പോൾ രണ്ടും ആവാൻ സാധ്യതയില്ല. സിഗ്മ തീറ്റ ബിലോങ്സ് ടു എസ്. തീറ്റൻ്റെ ഒരു വാല്യൂ pi by 6, അടുത്ത pi by 3, രണ്ടും കൂടി ആഡ് ചെയ്താൽ pi by 2 വരുന്നുണ്ട്. ഇത് അവിടെ ഓപ്ഷനിലുണ്ട്. യു ക്യാൻ സീ ദാറ്റ് ഇൻ ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ ഇതാണ് ബബിൾ ചെയ്യേണ്ടത്. ജസ്റ്റ് ആൻസർ കിട്ടുക എന്നുള്ളതിലുപരി ഇത് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് എങ്ങനെയൊക്കെയാണ് വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ ഞാൻ വിശദീകരിച്ച് പോകുന്നുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ ഇത് രണ്ടും സീക്കാണ്. സീക്ക് രണ്ടും താഴോട്ട് എടുക്കുമ്പോൾ രണ്ടും കോസാണ്. അപ്പോൾ ആ കേസ് മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ ഇവിടെ സൈൻ pi by 6 എടുത്തത് രണ്ടും സെയിം ഫംഗ്ഷൻ ആയതുകൊണ്ടാണ്. രണ്ടും സൈൻ ആയാലും ഇങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. ഒരാൾ സൈനും ഒരാൾ കോസും ആണെങ്കിൽ ഈ സൈൻ pi by 6 പകരം കോസ് pi by 6 ആണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ 2 എന്നായിരിക്കില്ല ഇടേണ്ടി വരിക, 2 by root 3 എന്നായിരിക്കും. കാരണം കോസ് pi by 6 root 3 by 2 ആണ്. അതിൻ്റെ റെസിപ്രോക്കൽ 2 by root 3 വെച്ചാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടി ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ആൻസർ എന്നുള്ളതിലുപരി ആ ആൻസറിലേക്ക് എത്താൻ ആവശ്യമായ കോൺസെപ്റ്റുകളും അത് ഉപയോഗിച്ച രീതിയും. കോൺസെപ്റ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. യു ഷുഡ് ഹാവ് സം ടെക്നിക്സ് ആൻഡ് ലോജിക്സ്. ആ തിയറി എങ്ങനെയാണ് ആ ആൻസറിലേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്തത് എന്നത് ഉപയോഗിക്കുന്ന രീതിയും കൂടെ അതിൻ്റെ കൂടെ നോക്കി വെക്കണം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ്. ഇത് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ വാട്ട് ഈസ് ദർ? S is equal to set of all theta belongs to closed interval 0 to 2 pi. 0 to 2 pi എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ആണ് എന്ന് നിങ്ങൾക്കറിയാം. അതിലെല്ലാ ക്വാഡ്രൻസും ഉണ്ട്. 8 raised to 2 sin square theta plus 8 raised to 2 cos square theta is equal to 16. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ you should think about the range of the function. 8 raised to 2 sin square thetaയും 8 raised to 2 cos square theta ഒക്കെ വന്നാൽ ഉടനെ നമ്മൾ ആരെ പറ്റി ആലോചിക്കണം? റേഞ്ചിനെ പറ്റി ആലോചിക്കണം. റേഞ്ചിനെ പറ്റി ആലോചിക്കാൻ ഈ കോണ്ടെക്സ്റ്റ് വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞ പോലെ AMGM എടുക്കാം. അത് റെസിപ്രോക്കൽ ആണ്. 8 raised to 2 sin square theta റെസിപ്രോക്കൽ അല്ല, റെസിപ്രോക്കലിൻ്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ് 8 raised to 2 cos square theta. അത് പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാൽ ഞാനൊരു ഹിൻഡ് കാണിച്ചു തരാം. 8 raised to 2 sin square theta is equal to 8 raised to 2 into sin square theta can be written as 1 minus cos square theta. That is 8 square into 8 raised to minus 2 cos square, 8 raised to minus 2 cos square theta. അപ്പോൾ ഇത് 8 സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 raised to 2 cos square theta ആണ്. അതായത് 8 raised to 2 sin square thetaയും 8 raised to 2 cos square thetaയും തമ്മിൽ ബേസിക്കലി ഒരു റെസിപ്രോക്കൽ റിലേഷൻ ഉണ്ട്. അത് പെട്ടെന്ന് കാണാൻ കഴിയില്ലെങ്കിൽ, അതായത് ന്യൂമറേറ്റർ 8 സ്ക്വയർ അഥവാ 64 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പോസിറ്റീവ് ഫംഗ്ഷനും അതിൻ്റെ റെസിപ്രോക്കൽ ഓർ ഇറ്റ്സ് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഒരു ഫംഗ്ഷനിൽ ഇൻവോൾവ് ആണ്, ഒരേ ഫംഗ്ഷനിൽ തന്നെ ഇൻവോൾവ് ആണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ range by what method? AMGM method.
AMGM മെത്തേഡ് വഴി റേഞ്ച് കണ്ടുപിടിക്കാം. ആ റേഞ്ചിൽ ഈ 16 ഉണ്ടോ എന്ന് നോക്കണം. അതാണ് നമ്മൾ ആദ്യത്തെ പണി. അങ്ങനെ 16 ഇല്ലെങ്കിൽ ഈ എസ് എന്ന് പറയുന്നത് ഒരു 5 ആണ്. അപ്പോൾ പിന്നെ ഇതൊന്നും ചെയ്യേണ്ട കാര്യം തന്നെയല്ല. പക്ഷേ ഒരു ആൻസർ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും അത് 5 ആവാൻ സാധ്യതയില്ല. അതിൽ 16 ഉണ്ടാവും. ആ 16 മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. അല്ല അതിൻ്റെ ഇടയിലുള്ളൊരു വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും, സ്വാഭാവികം. എന്താ നമുക്കറിയില്ല. ലെറ്റ് us start. So let us find out the range of that function first of all. 8 raised to 2 sin square theta plus 8 raised to 2 cos square theta all divided by 2. That is your AM, a plus b by 2, which is greater than or equal to root of 8 raised to 2 cos square theta into 8 raised to 2 sin square theta. അപ്പോൾ ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 8 raised to 2 cos square theta 8 raised to 2 sin square theta കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 raised to 2 cos square theta plus 2 sin square theta വരും. അതിന് 2 പുറത്തെടുത്താൽ cos square theta plus sin square theta 1 ആണ്. അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ 8 സ്ക്വയർ അഥവാ 64 അവിടെ പ്രത്യക്ഷപ്പെടും. സോ 8 raised to 2 sin square theta plus 8 raised to 2 cos square theta greater than or equal to, ഇവിടെ റൂട്ടിനുള്ളിൽ 64 ആണ് വരിക. ആൻഡ് റൂട്ട് 64 is 8 into this 2, ഈ 2 അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ അത് 16 ആവും. സോ ഇത് ബൗണ്ടറി വാല്യൂ തന്നെയാണ്. ആ ബൗണ്ടറി വാല്യൂ തന്നെയാണ് ഇവിടെ ഇക്വേറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഈ മിനിമം വാല്യൂ, സോ ദിസ് ഇസ് യുവർ മിനിമം വാല്യൂ 16 മിനിമം ആണ്. അങ്ങനെ അയാൾ മിനിമം ആവണമെന്നുണ്ടെങ്കിൽ ഇയാൾ 8 ആവണം, ഇയാൾ 8 ആവും. അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നതാണ്. രണ്ട് വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ AMGMൽ മിനിമം വാല്യൂ വരണമെങ്കിൽ രണ്ടും ഈക്വൽ ആണ്. ഉദാഹരണത്തിന് 2 raised to x plus 2 raised to minus x greater than or equal to 2 ആണ് AMGM മെത്തേഡിൽ. ഈ 2 തന്നെയാണ് 2 raised to x plus 2 raised to minus x is equal to ആ മിനിമം വാല്യൂ ആയിട്ടുള്ള 2 തന്നെ വരണമെന്നുണ്ടെങ്കിൽ 2 raised to x should be 1, 2 raised to minus x also should be 1. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇതിങ്ങനെ 16 ആവണമെന്നുണ്ടെങ്കിൽ ഇയാൾ 8 ആവണം, ഇയാൾ 8 ആവണം. ഈ 8 raised to 2 sin square theta 8 ആവണമെങ്കിൽ ആ 2 sin square theta 1 ആയാൽ മതി, 2 cos square theta 1 ആയാൽ മതി. അപ്പോൾ കാര്യങ്ങൾ വളരെ വളരെ എളുപ്പമായി. 2 sin square theta is equal to 2 cos square theta is equal to 1 means sin square theta equal to cos square theta is equal to 1 by 2. ഓക്കെ, ഇങ്ങനെ മതി. ഇത് സ്ക്വയർ ആണത്. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 by root 2 ആണ്. അത് ആ സ്റ്റെപ്പ് യഥാർത്ഥത്തിൽ ആവശ്യമില്ല. ബിക്കോസ് വി ഹാവ് ദ സ്റ്റാൻഡേർഡ് ഫോം for the solution of the equation of the type sin square theta is equal to sin square alpha, cos square theta equal to cos square alpha. ഈ സ്ക്വയർ കൂടി ഇൻവോൾവ് ആയിട്ടുള്ളതിൻ്റെ സൊല്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. n pi പ്ലസ് ഓർ മൈനസ് ആൽഫ എന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റൂട്ട് എടുത്ത് പ്ലസ് ഓർ മൈനസ് എഴുതേണ്ട യാതൊരു കാര്യമില്ല. ഇതിൻ്റെ തന്നെ സ്റ്റാൻഡേർഡ് ഫോം കയ്യിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ വറി ചെയ്യുന്നത്? സോ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ 1 by 2 ക്യാൻ ബി റിട്ടൺ ആസ് സൈൻ സ്ക്വയർ ബൈ 4. ഈ ഒരാൾ പറയണില്ല ഞാൻ കോസ് സ്ക്വയർ ബൈ 4 എന്ന് എഴുതുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. സൈൻ സ്ക്വയർ ഓർ കോസ് സ്ക്വയർ ഓഫ് 5/4 അത് രണ്ടും 1 by 2 തന്നെയാണ്. ഇനി എന്താ കാര്യം? അത് ഏത് റേഞ്ചിലാണ് നമുക്ക് കിട്ടണ്ടേ? ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to 2π. ക്ലോസ്ഡ് 0 to 2πയിൽ n pi പ്ലസ് ഓർ മൈനസ് 5/4 എത്ര വരും? ഒരു റൊട്ടേഷൻ n pi പ്ലസ് ഓർ മൈനസ് 5/4 4 ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ഓരോ ക്വാഡ്രൻറ്റിലും ഓരോന്ന് വീതം ഉണ്ടാവും. സോ തീറ്റ ക്യാൻ ഹാവ് ദ വാല്യൂസ് π/4, 3π/4 in the second quadrant. In the third quadrant you will have 5π/4 and in the seventh quadrant you will have 7π/4. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ആദ്യത്തത് 0 പ്ലസ് 5/4, രണ്ടാമത്തത് പൈ മൈനസ് 5/4, മൂന്നാമത്തത് പൈ പ്ലസ്. തേർഡ് ക്വാഡ്രൻറ്റിലേക്ക് അങ്ങനെ കിടക്കുക. പൈ വരെ ചെല്ലുക, അപ്പോൾ നെഗറ്റീവ് എക്സ് ആക്സിലെത്തും. പ്ലസ് 5/4 ചെയ്താൽ ഇൻ ടു ദ തേർഡ് ക്വാഡ്രൻറ്റ് 7π/4 കിട്ടുന്നത് 2π മൈനസ് 5/4. 2πയിൽ വന്നാൽ ഓൺ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്, അവിടുന്ന് മൈനസ് ചെയ്താൽ താഴേക്ക് വരും. ഇങ്ങനെയൊക്കെയാണ് ഈ വാല്യൂസ് എനിക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഞാനത് പെട്ടെന്ന് എഴുതിയത്. ഇനി എന്താണ് അവസാനം ചെയ്യേണ്ടത്? n of s 4 π/4, 3π/4, 5π/4, 7π/4. സോ n of s കിട്ടി. n of s മീൻസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദാറ്റ് സെറ്റ്. ടെർമിനോളജീസ് പലപ്പോഴും മറ്റ് ചാപ്റ്ററുമായിട്ടാണ് ലിങ്ക് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ സിഗ്മ തീറ്റ ബിലോങ്സ് ടു എസ് എന്നിട്ട് വലിയൊരു എക്സ്പ്രഷൻ. ഓക്കെ, നോ പ്രോബ്ലം. 4 വാല്യൂസ് അല്ലല്ലോ, 4 വാല്യൂസിൽ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. എന്തൊക്കെയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്? സീക്ക് ഓഫ് സിഗ്മ അടക്കട്ടെ. സീക്ക് ഓഫ് തീറ്റ പ്ലസ് π/4 ഇൻറ്റു കൊസീക്ക് ഓഫ് തീറ്റ 2 തീറ്റ പ്ലസ് π/4. തീറ്റ പ്ലസ് π/2 തീറ്റ π/4 പ്ലസ് 2 തീറ്റ ഇൻറ്റു കൊസീക്ക് ഓഫ് π/4 പ്ലസ് 2 തീറ്റ. അങ്ങനെ തന്നെ അല്ലേ? അതിനെ നമുക്ക് ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കൊസീക്കും സൈനൊന്നും അത്ര ഇഷ്ടമല്ല. ചില ആൾക്കാർക്ക് അത് ഇഷ്ടമുണ്ടാവും. അങ്ങനെയുള്ളവർ അത് വെച്ച് ചെയ്തോ. കോസ് ഓഫ് π/4 പ്ലസ് 2 തീറ്റ ഇൻറ്റു സൈൻ, കൊസീക്ക് താഴോട്ട് കിട്ടുമ്പോൾ സൈൻ ഓഫ് π/4 പ്ലസ് 2 തീറ്റ.
ഇതിപ്പോൾ കോസ് തീറ്റ സൈൻ തീറ്റ ആണ്. കോസ് തീറ്റ സൈൻ തീറ്റക്ക് ഫോർമുലയൊന്നുമില്ല, പക്ഷേ അവിടെ ഒരു 2 ഇട്ട് കൊടുത്താൽ ഫോർമുല ഉണ്ടാവും. അവിടെ 2 ഇട്ട് കൊടുത്താൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ. വാട്ട് ഈസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ? സൈൻ ഓഫ് 2 തീറ്റ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. സൈൻ 2 തീറ്റ എന്ന് കണ്ടാൽ അതിന് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതുന്നതിന് കുട്ടികൾ പ്രത്യേകിച്ച് സ്കില്ലൊന്നും ആവശ്യമില്ല. അത് എല്ലാവരും എഴുതും. എന്താ സൈൻ 2 തീറ്റ എന്ന് വെച്ചാൽ ക്ലാസ്സിൽ എല്ലാവരും പറയും 2 സൈൻ തീറ്റ കോസ് തീറ്റ ആണ് എന്ന് പറയും. പക്ഷേ ഒരു സ്ഥലത്ത് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് കണ്ടാൽ അതിനെ മടക്കി സൈൻ 2 തീറ്റ എന്ന് എഴുതാൻ കുറച്ചുകൂടെ സ്കില്ല് വേണം. അതിൻ്റെ അടുത്ത ലെവലാണ് എന്ത്? 2 സൈൻ തീറ്റ കോസ് തീറ്റ ഉണ്ടാവില്ല, സൈൻ തീറ്റ കോസ് തീറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഒരു 2 കയ്യിൽ നിന്ന് ഇട്ട് കൊടുത്തിട്ട് അതിനെ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന്, അതായത് അടുത്തുകൂടി ഫോർമുല അടുത്തുകൂടി പോകുമ്പോൾ സ്ട്രൈക്ക് ചെയ്യണം. എന്നിട്ട് അത് ഫോർമുല അപ്ലൈ ചെയ്യാവുന്ന ഒരു ഫോർമാറ്റിലേക്ക് ഫിറ്റ് അല്ലെങ്കിൽ അവിടെ ആവശ്യമായ കോൺസ്റ്റന്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്ത് ഒരു 2 കൂടി ഉണ്ടെങ്കിൽ ഫോർമുല ഉണ്ടെങ്കിൽ ആ 2 ഇട്ട് കൊടുക്കുക. ആ 2നെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി 1/2 ഇടുക. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ഞാൻ ഡിനോമിനേറ്ററിലാണ് 2 ഇട്ടിട്ട് ഫോർമുലയിലേക്ക് ഫിറ്റ് ചെയ്തത്. അപ്പോൾ അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ ന്യൂമറേറ്ററിൽ ഒരു 2 ഇട്ട് കൊടുക്കണം. ഈ സ്കില്ലുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ട്രിഗണോമെട്രിയിൽ സക്സസ്ഫുൾ ആകാൻ പറ്റുക. ഞാനിവിടെ വന്നിട്ട് ഞാൻ അങ്ങനത്തെ സ്കില്ലൊക്കെ ഉള്ള വലിയൊരാളാണ് എന്നല്ല പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചാലാണ് ഉപകാരപ്പെടുക എന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഫോക്കസ്. So 2 divided by താഴെ 2 sin theta cos theta ഉണ്ട്. 2 sin theta cos theta is sin of 2 theta. So this is sin of pi by 2 plus 2 theta. Everybody knows that sin of pi by 2 plus theta is cos theta. അതോടെ അത് 2 divided by cos 2 theta ആയി. മുകളിലോട്ടേക്ക് എടുത്താൽ 2 sec 2 theta. ഇതിൻ്റെ സിഗ്മയാണ് വേണ്ടത്. തീറ്റയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട വാല്യൂസ് എല്ലാം എസ്സിലുള്ള വാല്യൂസാണ്. എസ്സിലുള്ള വാല്യൂസ് ഈ 4 വാല്യൂസാണ്. വളരെ വളരെ എളുപ്പമാണിത്. So this is equal to sigma theta belongs to S. 2 sec 2 theta is equal to 2 is a constant. നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് തീറ്റക്ക് ആദ്യം pi by 4 കൊടുത്താൽ sec pi by 2 wait ഇത് ഓൾറെഡി 2 തീറ്റ അല്ലേ, അപ്പോൾ അത് ഡബിൾ ആവുമ്പോൾ ദാറ്റ് വിൽ ബിക്കം 4 തീറ്റ. pi by 4 plus 2 തീറ്റ അല്ല, pi by 4 plus 4 തീറ്റ. ഇത് ഓൾറെഡി pi by 4 plus 2 തീറ്റ ആണ്. ആംഗിൾ ഈസ് ഇറ്റ് സെൽഫ് pi by 4 plus 2 തീറ്റ. അപ്പോൾ ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡബിൾ ആവും. pi by 4 ഡബിൾ ആണ് pi by 2 തീറ്റന് ഡബിൾ ആണ് 4 തീറ്റ. ഓക്കെ, അപ്പോൾ ഈ എഴുതിയത് തെറ്റാണ്. എല്ലാവരും കറക്റ്റ് ചെയ്യുക. ഞാൻ ഇവിടെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. 2 sec 4 തീറ്റ. അപ്പോൾ ഇവിടെയും 4 തീറ്റ. 2 പുറത്തേക്ക് വന്നാൽ ഓരോരോ വാല്യൂസ് ആയിട്ട് കൊടുക്കാം. സോ ആദ്യം തീറ്റക്ക് pi by 4. അപ്പോൾ 4 × pi by 4 pi പ്ലസ് sec 3 pi പ്ലസ് sec 5 pi പ്ലസ് sec 7 pi. ഇതെല്ലാം -1 ആണ്. sec pi is -1. ഇതൊക്കെ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിൽ ആംഗിൾസ് ആണ്. pi 3 pi 5 pi ഇങ്ങനെ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് pi എല്ലാം ഓൺ ദ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിലാണ്. അവിടുത്തെ കോസും -1 ആണ്, സീക്കും -1 ആണ്, സൈന് 0 ആണ്. ഓക്കെ, ടാനും സ്വാഭാവികമായിട്ട് 0 ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ -1 -1 -1 -1 4 ആഡ് ചെയ്താൽ -4 ആവും. -4 × 2 -8 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ ടി എന്ന് പേര് കൊടുക്കുകയാണ്. സമ്മ്. ഇനി എന്താ അവസാനം നമ്മളോട് ചോദിക്കുന്നത്? n of s പ്ലസ് ദസ് ടി. n of s 4 ആയിരുന്നു, 4 വാല്യൂസ് അല്ലേ. n of s is equal to 4. ടീൻ്റെ വാല്യൂ -8. അവസാനം നമ്മളോട് ചോദിക്കുന്നത് n of s പ്ലസ് ആ സമ്മേഷൻ. ടി എന്നൊരു പേര് ഇങ്ങനെ വലിയ സാധനമല്ല, ഇങ്ങനെ വീണ്ടും എഴുതാൻ വയ്യാത്തതുകൊണ്ട് ടി എന്ന് കൊടുത്തതാണ്. 4 - 8 is equal to -4. Let's check whether there is an option equal to -4. അതുണ്ടെങ്കിൽ പരിപാടി തീർന്നു. യെസ്, ഇറ്റ് ഈസ് ദർ. നമ്മൾ ജയിച്ചു. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് കീ. ഒരുപാട് കറങ്ങിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് വരുന്നത്. ഞാൻ ഓടിച്ചൊന്ന് വിശദീകരിക്കാം. 8⁻2 sin square theta plus 8⁻2 cos square theta = 16 എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് LHSലുള്ള ഫംഗ്ഷൻ്റെ റേഞ്ച് ആണ്. 16 ആ റേഞ്ചിലുള്ള വാല്യൂ ആണോ അല്ലോ എന്നുള്ളതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ നമ്മൾ 8⁻2 sin square theta 8⁻2 cos square theta തമ്മിൽ ഒരു റെസിപ്രോക്കലിൻ്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ് എന്നൊരു റിലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ റേഞ്ച് കണ്ടുപിടിക്കാൻ AM GM മെത്തേഡ് വളരെയധികം സ്യൂട്ടബിൾ ആവും എന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ AM GM പ്രകാരം റേഞ്ച് കണ്ടുപിടിച്ചപ്പോൾ 16 ആണ് അതിൻ്റെ മിനിമം വാല്യൂ എന്ന് മനസ്സിലായി. അപ്പോൾ മിനിമം ആവണമെന്നുണ്ടെങ്കിൽ റെസിപ്രോക്കൽ ഫംഗ്ഷൻസിൻ്റെ സമ്മ്, റെസിപ്രോക്കൽ ഓർ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ അങ്ങനെ വരുന്ന സമയത്ത് ആ മിനിമം വാല്യൂവിൽ തന്നെ ട്രിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും ഈക്വൽ ആവണം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലായാൽ മതി. ഇത് 8, ഇത് 8⁻⁻⁻⁻, ഇത് 8⁻⁻⁻⁻. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 16 വരണമെങ്കിൽ ഇത് രണ്ടും ഇയാൾ 8ഉം ഇയാൾ 8ഉം ആയാൽ മതിയല്ലോ. 8ഉം ആഡ് ചെയ്താൽ 16 അല്ലാന്നല്ല എന്തായാലും ആരും പറയില്ല. 8ഉം എല്ലാ നാട്ടിലും 16 തന്നെയാണ്. സോ ആദ്യത്തെ 8⁻2 sin square theta 8ൻ്റെ പവർ 1 ആവണം. രണ്ടാമത്തെ 8⁻2 cos square theta അതും 1 ആവണം. അപ്പോൾ അത് രണ്ടും 1 ആണ് നമ്മൾ എടുത്തു. ആ 2 ഡിവൈഡ് ചെയ്ത് രണ്ടും 1/2 ആണെന്ന് എടുത്തു. sin square theta = sin square alpha ഡയറക്റ്റ് ഫോം ഉള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ റൂട്ട് എടുക്കുന്നില്ല. ഈ 1/2 പകരം sin square pi/4 എന്ന് എഴുതുന്നു.
എന്നിട്ട് നമുക്കറിയാം n pi plus or minus pi by 4. ഇതാണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ, n pi plus or minus pi by 4. പക്ഷേ നമുക്ക് 0 to 2 pi ഫസ്റ്റ് റൊട്ടേഷനിലാണ് സൊല്യൂഷൻ കിട്ടേണ്ടത്. അപ്പോൾ ഈ n pi plus or minus pi by 4ൻ്റെ 0 to 2 pi ഉള്ള 4 വാല്യൂസ് ആണ് pi by 4, 3 pi by 4, 5 pi by 4, 7 pi by 4. അപ്പോൾ n of s നമ്പർ ഓഫ് വാല്യൂസ് ഇൻ ദാറ്റ് സെറ്റ് ഈസ് ഡയറക്ട്ലി 4. പിന്നെ നമ്മൾ ഈ ഒരു വലിയ സാധനം കണ്ടുപിടിക്കുകയാണ്. ഇവിടെ സിഗ്മ ഉണ്ടായിരുന്നു, പക്ഷേ സിഗ്മൻ്റെ മുന്നേ നമ്മൾ അതിനെ ആദ്യം സിംപ്ലിഫൈ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് മനസ്സിലായി അത് 2cക്ക് 4 തീറ്റയാണ്. ഇനി തീറ്റൻ്റെ 4 വാല്യൂസ് pi by 4, 3 pi by 4 ഇതൊക്കെ കൊടുത്ത് നമ്മൾ സമ്മേഷൻ എടുക്കുമ്പോൾ അത് -8 എന്ന് കിട്ടും. ഫൈനലി ഇവർ ചോദിച്ചത് ഇതാണ്, n of s plus t ആണ് ചോദ്യം. അപ്പോൾ അത് അവസാനം കാൽക്കുലേറ്റ് ചെയ്യുന്നു. യെസ്, സോ ദിസ് ഈസ് ദ എക്സ്പ്ലനേഷൻ. അടുത്തതിലേക്ക് പോകാം. എന്താ അടുത്തത്? നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് മോഡ് കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ഇങ്ങനെ ഒരു സൈഡിൽ മാത്രം മോഡുലസ് ഉണ്ടെങ്കിൽ ആളുകൾ ഇതിനെ സ്ക്വയർ ചെയ്ത് ചെയ്യാറുണ്ട്. അപ്പോഴും എറർ വരാനുള്ളൊരു സാധ്യത അതിനകത്തുണ്ട്. ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നതും എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറയുന്നതും തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ, ആർ നോട്ട് ഐഡൻറ്റിക്കൽ. ഇത് ഇക്വേഷൻസ് ഡീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടാവണം. കുട്ടികൾ വിചാരം എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ അതിനെ സ്ക്വയർ ചെയ്താൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ അല്ലേ? അങ്ങനെയല്ല. എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ കണ്ടെയ്ൻസ് മെനി മോർ സൊല്യൂഷൻസ് ദാൻ എക്സ് ഈക്വൽ ടു വൈ ഹാവ്. എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇതാണ് എക്സ് ഈക്വൽ ടു വൈ. എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനും ഉണ്ടാവും, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനും ഉണ്ടാവും. രണ്ട് സ്ട്രെയിറ്റ്, അതൊരു പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. സോ എക്സ് ഈക്വൽ ടു വൈ ഈസ് എ സിംഗിൾ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ ഈസ് എ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ കണ്ടെയ്ൻ മെനി മോർ സൊല്യൂഷൻസ് ആസ് കമ്പയർഡ് ടു എക്സ് ഈക്വൽ ടു വൈയിലുള്ളതിനേക്കാൾ വേറെ ഒരുപാട് സൊല്യൂഷൻസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയറിൽ ഉണ്ടാവും. അപ്പോൾ അത് സ്ക്വയർ ചെയ്താൽ ഇത് കിട്ടൂലേ, ഇതിൻ്റെ റൂട്ട് എടുത്താൽ അത് കിട്ടൂലേ, അതുകൊണ്ട് അത് രണ്ടും ഒന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ ചൈൽഡിഷാണ്, വളരെ പ്രിമിറ്റീവാണ്. അതൊക്കെ ഹൈസ്കൂൾ ലെവൽ സംഗതികളാണ്. നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് ഫംഗ്ഷൻസ്. ഫംഗ്ഷൻസ് വിൽ ഹാവ് ഡൊമൈൻ, range and graph. When you square a function or when you take the modulus of a function, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി the domain and range are changing. ഡൊമൈനും റേഞ്ചും മാറിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ മാറി. അപ്പോൾ അത് വേറെ ഫംഗ്ഷൻസ് തമ്മിലുള്ള ഇക്വേഷനാണ്, അതിന് വേറെ സൊല്യൂഷൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പല കുട്ടികളും ഈ മോഡ് അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ മോഡ് വന്നാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അതായത് കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സും മോഡ് കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സും സെയിം അല്ല എന്നിരിക്കെ പിന്നെ എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുക? ഐ വിൽ ഗിവ് യു എ ഹിൻറ്റ്. മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, മൈനസ് എക്സ് ആണ് ഇഫ് എക്സ് ലെസ് ദാൻ. ഇതൊന്നും അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. സ്റ്റിൽ യു ഡോണ്ട് നോ ദിസ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതിങ്ങനെ എഴുതാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതെങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിൽ നമ്മളെ തൊടുന്നത്, ഈ ഒരു ഫോർമുല എങ്ങനെ നമ്മളെ ബാധിക്കുക, നമ്മളിത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതാണ് കുട്ടികൾക്ക് അറിയാത്തത്. സോ ലിസൺ, പറഞ്ഞുതരാം. മോഡ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എപ്പോഴും മോഡിൻ്റെ ഉള്ളിൽ എക്സ് തന്നെ ആയിരിക്കുമോ? ആവണമെന്നില്ല. സോ വാട്ട് എവർ ദ ക്വാണ്ടിറ്റി ഇൻസൈഡ് ദ മോഡുലസ്, ഇഫ് ഇറ്റ് ഈസ് പോസിറ്റീവ് ദെൻ യു ക്യാൻ സിംപ്ലി ഡ്രോപ്പ് ദ മോഡ്. ഇതാണ് അതിൻ്റെ അർത്ഥം. മോഡുലസിൻ്റെ ഉള്ളിലുള്ള ക്വാണ്ടിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ആ മോഡിനെ നിങ്ങൾക്ക് വെറുതെ ഡ്രോപ്പ് ചെയ്യാം. മോഡ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് എപ്പോഴാണ് അവൻ എക്സ് ഇസ് ലെസ് ദാൻ 0. എപ്പോഴും മോഡിൻ്റെ ഉള്ളിൽ എക്സ് തന്നെയാണ്. എല്ലാ പ്രോബ്ലത്തിലും മോഡിൻ്റെ ഉള്ളിൽ എക്സ് ആവോ? അല്ലാന്ന് ഉറപ്പല്ലേ? ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ മോഡിൻ്റെ ഉള്ളിൽ കോസ് എക്സ് ആണ്, വേറൊരു ക്വസ്റ്റ്യനിൽ മോഡിൻ്റെ ഉള്ളിൽ എക്സ് മൈനസ് 2 ആവും, വേറൊരു ക്വസ്റ്റ്യനിൽ മോഡിൻ്റെ ഉള്ളിൽ ടാൻ എക്സ് ആവും, വാട്ട് എവർ. ഇപ്പോൾ ഇതിൽ തന്നെ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ മോഡുലസിനുള്ളിൽ ടാൻ ഓഫ് 2x വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്ട് എവർ ദാറ്റ് ക്വാണ്ടിറ്റി ഇൻസൈഡ് ദ മോഡുലസ്, വെൻ യു റിയലൈസ് ദാറ്റ് ഇസ് നെഗറ്റീവ് ദെൻ ഡ്രോപ്പ് ദാറ്റ് മോഡുലസ് ആൻഡ് പുട്ട് ആൻ അഡീഷണൽ നെഗറ്റീവ് ടു മേക്ക് ദാറ്റ് നെഗറ്റീവ് വാല്യൂ ഇൻ ടു പോസിറ്റീവ് വാല്യൂ. അതായത് മോഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പോസിറ്റീവ് മാത്രമേ വരാൻ പാടൂ. The only allowed value for the modulus, I mean in the range, ഡൊമൈനിൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരാം, റേഞ്ചിൽ പോസിറ്റീവ് വാല്യൂസേ ഉള്ളൂ. അതുകൊണ്ട് ഈ മോഡിൻ്റെ ഉള്ളിലെ വാല്യൂ ഓൾറെഡി പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, മോഡ് അങ്ങ് വലിച്ചെറിഞ്ഞേക്കുക. നെഗറ്റീവ് ആണെങ്കിൽ ആ മോഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു അഡീഷണൽ നെഗറ്റീവും കൂടി ഇട്ട് കൊടുക്കണം. ദ പർപ്പസ് ഓഫ് ദാറ്റ് നെഗറ്റീവ് ഈസ് ടു കൺവേർട്ട് ദാറ്റ് എക്സിസ്റ്റിംഗ് നെഗറ്റീവ് വാല്യൂ ഇൻ ടു പോസിറ്റീവ് വാല്യൂ. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ മോഡിൻ്റെ ഉള്ളിലുള്ളത് കോസ് എക്സ് ആണ്. കോസ് എക്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും കോസ് എക്സ് ഇസ് സംടൈംസ് പോസിറ്റീവ് ആൻഡ് സംടൈംസ് നെഗറ്റീവ്. ഇൻ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ് കോസ് എക്സ് ഇസ് പോസിറ്റീവ് ആൻഡ് ഇൻ സെക്കൻഡ് ആൻഡ് തേർഡ് ക്വാഡ്രന്റ് കോസ് എക്സ് ഇസ് നെഗറ്റീവ്. കുടുങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അസ്യൂം ചെയ്യും. ആദ്യം കോസ് എക്സ് പോസിറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്യും. അതിൻ്റെ അർത്ഥം അവിടുത്തെ തീറ്റ അല്ലെങ്കിൽ എക്സ് ഒന്നുകിൽ ഫസ്റ്റ് ക്വാഡ്രന്റിലോ ഫോർത്ത് ക്വാഡ്രന്റിലോ ആണ്. എന്നിട്ട് ആ പാർട്ട് നമ്മൾ സോൾവ് ചെയ്യും. ആ സോൾവ് ചെയ്ത വാല്യൂ അവിടുത്തെ അസംഷനുമായിട്ട് ഫസ്റ്റ് ഓർ ഫോർത്ത് ക്വാഡ്രന്റിനാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ആ അസ്യൂം ചെയ്യുന്ന ഇൻ്റർവെല്ലിലുള്ള ആളുകളെ ആക്സെപ്റ്റ് ചെയ്യും, അല്ലാത്ത ആളുകളെ റിജക്റ്റ് ചെയ്യും. എന്നിട്ട് തിരിച്ച് അസ്യൂം ചെയ്യും കോസ് എക്സ് ഇസ് നെഗറ്റീവ്. അപ്പോൾ മോഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് മൈനസ് ഓഫ് കോസ് എക്സ് ആവും. അപ്പോൾ വേറൊരു ഇക്വേഷൻ കിട്ടും, അത് നമ്മൾ സോൾവ് ചെയ്യും. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്തത് കോസ് എക്സ് നെഗറ്റീവ് ആണെന്നാണ്. യെസ് സർ, എല്ലാം മനസ്സിലായി, ബട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കിട്ടാറില്ല, സ്റ്റക്ക് ആവുന്നുണ്ട്. ഓക്കെ, അതിനിപ്പോൾ എന്താ ചെയ്യുക? പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്റ്റക്കായതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. പല കുട്ടികൾ പ്രോബ്ലം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇരുന്നിങ്ങനെ ചെയ്യും,
അപ്പോൾ കിട്ടില്ല എന്നിട്ട് വീണ്ടും ചെയ്യും, അപ്പോഴും കിട്ടില്ല, വീണ്ടും ചെയ്യും. ഇങ്ങനെ ഒരു മണിക്കൂറൊക്കെ ഒരു ക്വസ്റ്റിൻ്റെ മുകളിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്നത് കാണാം. ഐ ഡോണ്ട് നോ എന്താണ് അവരങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. ദാറ്റ് ഈസ് റിയലി ബാഡ് മെത്തേഡ് ഓഫ് സ്റ്റഡിങ്. അങ്ങനെ ചെയ്യേണ്ടതില്ല. നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തന്നെയാണ്. കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ സൊല്യൂഷനിൽ പോയിട്ട് അതെങ്ങനെയാണെന്ന് വായിച്ച് പഠിക്കണം. സമയം ഒട്ടും പാഴാക്കരുത്. എത്രയും പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിൻ്റെ സൊല്യൂഷൻ എവിടെയാണോ ഉള്ളത് എത്രയും പെട്ടെന്ന് ആ സൊല്യൂഷനിലേക്ക് എത്തുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് കാരണമാണ് നിങ്ങൾ സ്റ്റക്കായി പോയത് എന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ഏത് തിയറി കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏത് തിയറി അപ്ലൈ ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്, കറക്റ്റായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നൊക്കെ അവിടുന്ന് മനസ്സിലാക്കുക. നിങ്ങളെ തെറ്റിനെ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കായതിൻ്റെ റീസണിനെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. അപ്പോൾ സിമിലർ ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ കിട്ടും. അത് കറക്റ്റ് ആക്കുന്നതിലൂടെ നിങ്ങളുടെ ഗ്രോത്തിനെ നിങ്ങൾ മെഷർ ചെയ്താൽ മതി. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ കുത്തിയിരുന്ന് അതിൻ്റെ മുകളിൽ തന്നെ ഇരുന്ന് ആ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് കിട്ടിയിട്ടേ ഒരു ഗ്രോത്ത് നടക്കുന്നുള്ളൂ എന്ന് വെരിഫൈ ചെയ്യാൻ നിന്നാൽ അത് വലിയ പാടായി പോകും. സോ അണ്ടർസ്റ്റാൻഡ്. നിങ്ങളുടെ കഴിവ് കുറവിനെ നിങ്ങൾ റിയലൈസ് ചെയ്യുക. എപ്പോൾ അത് റിയലൈസ് ചെയ്ത് തുടങ്ങുന്നോ അന്ന് മുതൽ പഠിത്തം വളരെ നന്നായിട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ അറിയില്ല എന്ന് അക്സെപ്റ്റ് ചെയ്യലാണ് ഇതിൻ്റെ ആദ്യ സ്റ്റെപ്പ്. അറിയില്ല എന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അറിയുന്ന ആളുകളോട് ചോദിക്കുക. അറിയുന്ന ആളുകൾ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടില്ല എന്ന് വരും. ഈ അറിയുന്ന ആൾ എന്ന് വെച്ചാൽ അത് എഴുതി വെച്ച പുസ്തകം അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷനുള്ളൊരു വെബ്സൈറ്റ്, ആപ്പ്, ഇതൊക്കെ അറിയുന്ന ആളുകളാണ്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിക്കാം. പഠിച്ചിട്ട് ആ പഠിച്ചതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ മറ്റു ക്വസ്റ്റ്യനിൽ ഉപയോഗിച്ച് നോക്കുന്നതിലൂടെ നിങ്ങളുടെ ഗ്രോത്തിനെ നിങ്ങൾക്ക് മെഷർ ചെയ്യാം. ഇതാണ് അവിടെ എനിക്ക് പറയാനുള്ള സജഷൻ. സ്റ്റക്കായതിൻ്റെ മുകളിൽ അങ്ങനെ നിൽക്കരുത്. വേഗം മുമ്പോട്ട് പോവാം. ഓക്കെ, മൂവ് ഓൺ ചെയ്യാം. അങ്ങനെയല്ലേ നമ്മളിപ്പോൾ പറയാം. യെസ് ഗൈസ്, സോ മോഡ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എങ്ങനെ സോൾവ് ചെയ്യാം? അപ്പോൾ ആദ്യം ഞാൻ അസ്യൂം ചെയ്യാണ് കോസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെ വരുമ്പോൾ ആ എക്സ് ഉണ്ടാവുക ഒന്നുകിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ്. അത് അസംഷൻ്റെ എന്താണ്? ക്ലാരിഫിക്കേഷനാണ്. ദാറ്റ് ഈസ് എ ക്ലാരിഫിക്കേഷൻ ഓഫ് അസംഷൻ. കോസ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലോ, Q1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ് കേട്ടോ, Q4 എന്ന് വെച്ചാൽ ഫോർത്ത് ക്വാഡ്രൻ്റ്, അവിടെയാണല്ലോ കോസ് എക്സ് പോസിറ്റീവ്. അങ്ങനെ കോസ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ മോഡ് കോസ് എക്സ് തന്നെയാണ്. ഫോർ എ പോസിറ്റീവ് വാല്യൂ യു ക്യാൻ സിംപ്ലി ഡ്രോപ്പ് ദ മോഡ്. അങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ എന്താവും? കോസ് എക്സ് ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് ദർ ഓൺ ദി RHS? സൈൻ എക്സ്. ഇത് ഡിവൈഡ് ചെയ്താൽ കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആണെങ്കിൽ കോസ് എക്സ് അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ടാൻ എക്സ് ഈക്വൽ ടു 1ൻ്റെ പൊതുവിലുള്ള സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു n π പ്ലസ് π/4 എന്നൊക്കെയാണ്. പക്ഷേ n π പ്ലസ് π/4 ഒരു വാല്യൂ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, മറ്റേ വാല്യൂ ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ്. ഇവിടെ അതില്ല. ഇവിടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റും ഫോർത്ത് ക്വാഡ്രൻറ്റും ആണുള്ളത്. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു 1. ടാൻ എക്സ് പോസിറ്റീവ് ആണ് ഫസ്റ്റിലും തേർഡിലും. അത് തേർഡിൽ അത് ഇവിടെ എടുക്കാൻ പറ്റൂല. ബിക്കോസ് ദാറ്റ് ഡസൻറ്റ് മാച്ച് വിത്ത് അവർ അസംഷൻ ഓർ ദ ക്ലാരിഫിക്കേഷൻ ഓഫ് ദ അസംഷൻ. ഇതാണ് അസംഷൻ. അതിൻ്റെ യഥാർത്ഥ മീനിങ് ഇതാണ്. അതുമായിട്ട് ഇതിൻ്റെ ടാൻ എക്സ് ഈക്വൽ ടു 1ലെ തേർഡ് ക്വാഡ്രൻറ്റിലെ വാല്യൂ ഇതുമായിട്ട് ഒത്തുപോകില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ എടുക്കാവുന്ന ഒരേ ഒരു വാല്യൂ ഏത് ഇൻ്റർവെല്ലാണ് തന്നേക്കുന്നത്? -π/4 ടു -4π ടു 4π ആണ്. അപ്പോൾ -4π എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെയാണ് ഉണ്ടാവുക. ഇവിടുന്ന് ഒരു റൊട്ടേഷൻ ചെയ്താൽ -2π ആയി. അതിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അതാരാ? -4π പ്ലസ് π/4. -4π പ്ലസ് π/4 -15π/4. പിന്നെ ഒരു റൊട്ടേഷൻ, ഒരു 2π റൊട്ടേറ്റ് ചെയ്ത് വന്ന് വീണ്ടും അടുത്ത സൊല്യൂഷൻ. അപ്പോൾ കിട്ടാൻ 2π ഇതിലേക്ക് ആഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് -7π/4. അതിൻ്റെ അടുത്ത സൊല്യൂഷൻ 0 to 2πയിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് π/4 ഇറ്റ് സെൽഫ്. അത് കഴിഞ്ഞിട്ട് 2π to 4πയിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അത് ഇതിനോട് 2π ആഡ് ചെയ്താൽ അത് വീണ്ടും കിട്ടും. ദാറ്റ് ഈസ് 9π/4 if I am not mistaken. യെസ്. അപ്പോൾ ഇതാണ് ഇതിൽ ആദ്യ പാർട്ടിലെ സൊല്യൂഷൻ. കോസ് എക്സ് പോസിറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള 4 വാല്യൂ. ഫോർത്ത് ക്വാഡ്രൻറ്റ് എടുക്കുന്നില്ല കേട്ടോ, കാരണം നമുക്ക് കിട്ടിയ ടാൻ എക്സ് ഈക്വൽ ടു 1 എന്നാണ്. ടാൻ എക്സ് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ ഇൻ ഫോർത്ത് ക്വാഡ്രൻറ്റ്. ടാൻ എക്സ് ഈക്വൽ ടു 1 ഫസ്റ്റിലും തേർഡ് ക്വാഡ്രൻറ്റിലാണ്. അതിൽ തേർഡ് എടുക്കാതിരുന്നത് തേർഡ് ഇസ് നോട്ട് ഇൻ ദിസ് ലിസ്റ്റ്. അങ്ങനെ അയാൾ ക്യാൻസൽ ചെയ്യും, അയാൾ ക്യാൻസൽ ചെയ്യും. രണ്ടും കൂടി ഒരുമിച്ച് അക്സെപ്റ്റ് ചെയ്യുന്നത് Q1-നാണ്. ഇതിന് ട്രിഗണോ സൈമൾട്ടേനിയസ് കണ്ടീഷൻ അങ്ങനെയൊക്കെ നമ്മൾ പറയും. ഓക്കെ, അടുത്തത് we are assuming it the reverse. Cos x is less than 0. So mod cos x will be minus of cos x is equal to, on RHS you have sin x, and we forgot to clarify this assumption. Assumption is cos x is less than 0 or cos x is negative. Cos x is negative in second or third quadrant. X belongs to Q2 or Q3. Second or third quadrant is negative. Now when you divide this cos x to RHS, you will get tan x is equal to -1. Tan x is -1 means tan x is negative in second and fourth quadrant, in which the fourth quadrant is not possible here because that is not in this list. And this third quadrant is also not possible because in that third quadrant tan x is positive, but now we have tan x is equal to -1, which is a negative value. So what are the possible values? X is equal to -4π എന്ന് പറയുന്നത് ഇവിടെയാണ്.
സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ വരുന്ന സമയത്ത് -4πയിൽ നിന്ന് നമ്മളൊരു 3π/4 അതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. സോ -4π + 3π/4 = 16 -13π/4 ആണ് ആദ്യത്തെ വാല്യൂ. പിന്നെ അത് ഇവിടെ നിന്ന് 2π റൊട്ടേറ്റ് ചെയ്യുക, അങ്ങനെ 3 തവണ 2π ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ ബാക്കി 4 വാല്യൂസും കിട്ടും. ഐഡിയ വളരെ സിമ്പിളാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് സൊല്യൂഷൻ. -4π to 4π എന്ന് പറയുന്നത് എത്ര റൊട്ടേഷനാണ്? -4π to 2π, -2π, -2π to 0, 0 to 2π, 2π to 4, 4 റൊട്ടേഷനാണ്. ഈ ഓരോ റൊട്ടേഷനിലും സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ഓരോരോ വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ നമ്പർ ഓഫ് വാല്യൂസ് ഒക്കെ നമുക്ക് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാം. 4 ഉണ്ടാവുക. യെസ്, ലിസ്റ്റാണ് വേണ്ടത്. -13π/4 ഇതിലേക്ക് ഒരു 2π ആഡ് ചെയ്ത് കൊടുത്താൽ -5π/4, വീണ്ടും 2π ആഡ് ചെയ്ത് കൊടുത്താൽ you will get 3π/4, വീണ്ടും ഒരു 2π ആഡ് ചെയ്ത് കൊടുത്താൽ you will get 11π/4. So these are the 4 values from -4π to 4π. ഇവിടെ ഓൾറെഡി 4 വാല്യൂസ് കിട്ടും. മൊത്തം 8 വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടി. എന്തായിരുന്നു ചോദ്യം? നമ്പർ ഓഫ് സൊല്യൂഷൻസ് തന്നെയാണ്. സോ 4 + 4 = 8. അപ്പോൾ cos x പോസിറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ 4 വാല്യൂസ് കിട്ടും. cos x നെഗറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്യുമ്പോൾ മോഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ മൈനസ് വരും. എന്നിട്ട് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ 4 വാല്യൂസ് കിട്ടും. സോ ദിസ് ഇസ് ദി ആൻസർ. മക്കളെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ കമൻസ് ഇടോ. സമയം തീരാനായോ? 6:11 6:30 വരെ ഉള്ളൂ. യെസ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 6:30 വരെ ഉള്ളൂ എന്ന് ഞാൻ ഇങ്ങനെ ആശ്വസിച്ച് പറഞ്ഞല്ല കേട്ടോ. 6:30 എനിക്ക് നിർത്താമായിരുന്നു ആ നിലക്ക് പറഞ്ഞല്ല. 6:30 വരെ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് മാക്സിമം മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്ത് തീർക്കണം. ഞാൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും 6:30 വരെ ഉള്ളൂല്ലോ, മാഷ് നിർത്താൻ പോകണം, മാഷിന് മടുത്തു എന്ന്. ഓക്കെ, അപ്പോൾ നോക്കാം. വാട്ട് ഇസ് ഗോയിങ് ഓൺ ഹിയർ? ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞാണ്. sin raised to 5x plus cos raised to 5x is equal to 1. ഇതിങ്ങനെ 1 ആവണമെങ്കിൽ ഒന്നുകിൽ ആ sin x 1 ആയാൽ മതി, അല്ലെങ്കിൽ ആ cos x 1 ആയാൽ മതി. അപ്പോൾ sin x 1 ആകുന്ന സമയത്ത് cos x 0 ഓഫ് കോഴ്സ് ആവും. sin x 1 -1 ആകുമ്പോൾ cos x ഓട്ടോമാറ്റിക്കലി 0 ആവും. അപ്പോൾ ഇവിടെ 2 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നുകിൽ sin x is equal to 1 അല്ലെങ്കിൽ cos x is equal to 1. S1 എന്ന് പറയുന്ന സെറ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സൊല്യൂഷൻ നമുക്ക് വേണ്ടത് 0 to 12π ഒരുപാട് സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ sin x 1 ആവുന്നത് ആദ്യം π/2 x is equal to sin x 1 ആവുന്നത് π/2. അത് കഴിഞ്ഞ് ഓൺ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് y ആക്സിസ്, ഈ ഒരു പോയിന്റിലാണ്, y ആക്സിസിൻ്റെ മുകൾ ഭാഗത്താണ് sin x 1 ആവുക. അപ്പോൾ അതാണ് π/2. പിന്നെ അതിലേക്ക് ഇങ്ങനെ 2π ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ വിൽ ഗെറ്റ് 5π/2. അടുത്തത് 9π/2. അതിൻ്റെ അടുത്തത് 13π/2. 12π വരെ പോകണം. അതിൻ്റെ അടുത്തത് 17π/2. അടുത്തത് 21π/2. ഇത്രയും വാല്യൂസ് ഉണ്ടാവും. 1 2 3 4 5 6. യെസ്, 0 to 2π എന്ന് പറഞ്ഞാൽ 6 റൊട്ടേഷനാണ്. ആ 6 റൊട്ടേഷനിൽ ഓരോരോ വാല്യൂസ് ഉണ്ടാവും. 0 to 2πയിലെ വാല്യൂ ആണ് π/2, 2π to 4πയിലെ വാല്യൂ ആണ് 5π/2, 4π to 6πയിലെ വാല്യൂ ആണ് 9π/2. സോ ഓൺ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അടുത്തത് cos x = 1. cos x = 1 ആവുന്നത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസിലാണ്. അതാണ്ട് ഇവിടെയാണ്. sin x 1 ആവുന്നത് ഇവിടെയാണ്. cos x 1 ആവുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിലാണ്. അപ്പോൾ അവിടുത്തെ വാല്യൂസ് x = എവിടുന്നാണ് തുടങ്ങുന്നത്? ക്ലോസ് ടു 0 to 2π. അപ്പോൾ 0, 2π, 4π, 6π, 8π, 10π, 12π. അപ്പോൾ പെട്ടെന്ന് എടുക്കാം. അപ്പോൾ എത്ര വാല്യൂസ് ആണ് ഈ S1 എന്ന് പറയുന്ന സെറ്റിലുള്ളത്? ഇവിടെ 1 2 3 4 5 6 മാനുവൽ കൗണ്ടിങ് ആണ് ഈ ചെയ്യുന്നത്. 7 8 9 10 11 12 13. സോ n ഓഫ് S1 is equal to 13. sin x is equal to 1ൻ്റെ അവിടെ 6 സൊല്യൂഷനും cos x equal to 1ൻ്റെ അവിടെ 7 സൊല്യൂഷനും. അത് തമ്മിൽ ഓവർലാപ്പിംഗ് ഒന്നുമില്ല. കോമൺ വാല്യൂസിനെ ഏത് റിജക്ട് ചെയ്യണം കേട്ടോ. 2 സെറ്റ് വേറെ വേറെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടിൽ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്ഥലത്തെ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഡബിൾ എൻട്രി പൊതുവിൽ ഒരു അക്കൗണ്ടിങ് മിസ്റ്റേക്ക് ആണല്ലോ. യെസ്, അടുത്തത് sin raised to 7x plus cos raised. ഒരു കൺഫ്യൂഷൻ ഇല്ല, അതും ഓഡ് പവർ തന്നെയാണ്. sin raised to 7 is an ഓഡ് പവർ. ഈവൻ പവർ ആണെങ്കിൽ ശ്രദ്ധിക്കണം. കാരണം sin raised to 6x 1 ആവണമെങ്കിൽ sin x 1 -1 ആയാൽ മതി. അപ്പോൾ 1 -1 കൺസിഡർ ചെയ്യണം. sin raised to 7x 1 ആവുമ്പോൾ sin x 1 പറ്റുള്ളൂ. -1 ആകുമ്പോൾ -1 അല്ലേ വരിക. ഓക്കെ, സോ sin raised to 7x plus cos raised to 7x is equal to 1. അഗെയിൻ ഞാനിവിടെ എടുക്കുന്ന വാല്യൂ sin x is equal to 1 or cos x is equal to 1. അത് തന്നെയാണ് ഇവിടുത്തെ സൊല്യൂഷൻ. പക്ഷേ ഇവിടെ ഇൻ്റർവെൽ വ്യത്യാസമുണ്ട്. 0 to 8π ആണ്. അപ്പോൾ അതിലുള്ള വാല്യൂസ് മാത്രം നിങ്ങൾ എടുത്താൽ മതി. 8π ആകുമ്പോൾ sin x is equal to π/2, 5π/2 4 വാല്യൂസ് ഉണ്ടാവുള്ളൂ.
9 pi by 2, 13 pi by 2. അതിൻ്റെ അപ്പുറത്തെ വാല്യൂ എടുത്ത് 8 pi ക്രോസ് ചെയ്യും. അതിൻ്റെ അടുത്ത വാല്യൂ ഇനി വരെ 17 pi by 2 ആണ്. 16 pi by 2 ആണ് 8 pi, 17 pi by 2 is definitely out of the range. അപ്പോൾ ഇവിടെ 4 വാല്യൂ. cos x equal 1ൻ്റെ അവിടെ 5 എണ്ണം ഉണ്ടാവും, 0 to 8 pi. So x is equal to 0, 2 pi, 4 pi, 6 pi and 8 pi. 5 എണ്ണം. So n of s2 is equal to 4, 5, 9. അവസാനം എന്താ ചോദ്യം? Finally the question is, you can see that here, n of s1 minus n of s2. അയ്യേ, n of the chower question ആണ്. n of s1 minus n of s2 is equal to 13 minus 9 equal to 4. അപ്പോൾ JEE Main ചണ്ടി ക്വസ്റ്റ്യൻസ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് വരുമോ? വന്നേക്കാം, റെയർലി. ആ ഒരു ഷിഫ്റ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ട്രിഗണോമെട്രിക് ഇക്വേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ഈ ഷിഫ്റ്റ് കിട്ടിയ ആളുകൾക്ക് എളുപ്പമാണ്. അവർക്ക് വേറൊരു ചാപ്റ്ററിന് ടഫ് ആയിക്കോളും. ഇതൊരു ഓവറോൾ ആണ് ഇതിൻ്റെ ഒരു ടഫ്നെസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അപ്പോൾ ഏത് ഷിഫ്റ്റിൽ എഴുതിയാലും പെർസെൻറ്റൈലിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ ആ കാരണം കൊണ്ട് സാധ്യതയൊന്നുമില്ല. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് കാര്യങ്ങൾ അറിയാം, പ്രോബ്ലം ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഷിഫ്റ്റിൽ എഴുതിയാലും നിങ്ങൾക്ക് ഡിസർവിംഗ് ആയിട്ടുള്ള പെർസെൻറ്റൈൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഷിഫ്റ്റ് നന്നായില്ല എന്നൊക്കെ ചില ആൾക്കാർ അങ്ങനെ പറയുന്നു, ഞങ്ങൾ എഴുതി ആ ഷിഫ്റ്റിൽ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ആ ഷിഫ്റ്റിൽ ടഫ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എഴുതി എല്ലാവർക്കും ടഫാവും. അപ്പോൾ മൊത്തത്തിൽ ലെവൽ താഴും. അപ്പോൾ നിങ്ങൾ പെർസെൻറ്റൈൽ നന്നാവും, നിങ്ങൾ മര്യാദക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ. അത്രേ ഉള്ളൂ. ഇത് കോമ്പറ്റീഷൻ ആണല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം. നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് ദ സെറ്റ് തീറ്റ ബിലോങ്സ് ടു -4 pi to 4 pi. ഇത് ഈ -4 pi to 4 pi വേറൊരു ക്വസ്റ്റ്യത്തിന് മുന്നേ നമ്മൾ ചെയ്തിരുന്നു. അത് 4 റൊട്ടേഷൻസ് ആണ്. -4 pi to -2 pi ഒരു റൊട്ടേഷൻ, പിന്നെ -2 pi മുതൽ 0 വരെ അടുത്ത റൊട്ടേഷൻ, 0 to 2 pi മൂന്നാമത്തെ റൊട്ടേഷൻ, 2 pi to 4 pi അതിൻ്റെ അടുത്ത റൊട്ടേഷൻ. ഓക്കെ, എന്നിട്ട് ഇക്വേഷൻ കുറച്ച് കോംപ്ലക്സ് ആണ്. 3 cos square 2 theta, യെസ്, പ്ലസ് 6 cos 2 theta മൈനസ് 10 cos square theta. ഇവിടുത്തെ പ്രധാന പ്രശ്നം ഇവിടെ രണ്ട് സ്ഥലങ്ങളിൽ 2 തീറ്റയും ഇവിടെ തീറ്റയുമാണ്. ദോസ് ടു ആർ, ആ തീറ്റയിലുള്ള തീറ്റയും 2 തീറ്റയിലുള്ള തീറ്റ ഒരേ തീറ്റ തന്നെയല്ലേ എന്ന് ചോദിക്കരുത്. അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് സോൾവ് ചെയ്യുമ്പോഴാണ് അത് ഒറ്റ വേരിയബിളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുക. നമ്മൾ മാനുവലി ഒരു ഹ്യൂമൻ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യുമ്പോൾ കോസ് തീറ്റയും കോസ് 2 തീറ്റയും ഡിഫറെൻറ്റ് വേരിയബിൾസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതുകൊണ്ട് ഈ ഇക്വേഷനിൽ 2 വേരിയബിൾ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. ടെക്നിക്കലി അല്ല പറയുന്നത്, നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് 2 വേരിയബിൾസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. സോ വി ഫീൽ ദ ഡിഫിക്കൽട്ടി ടു സോൾവ് ദിസ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു വേരിയബിളാക്കി മാറ്റണം. ഒരു വേരിയബിളാക്കി മാറ്റാൻ 2-3 വഴികളുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ആ തീറ്റയ്ക്ക് പകരം 2 തീറ്റ എന്നാക്കാം, അല്ലെങ്കിൽ 2 തീറ്റയ്ക്ക് പകരം തീറ്റ എന്നാക്കാം. ഈ 10 cos square തീറ്റനെ ഒരു 5 into 2 cos square തീറ്റ എന്ന് എഴുതിയാൽ 5 into ആ 10-ന് പകരം 5 into 2 എന്ന് എഴുതാം. അപ്പോൾ 5 into 2 cos square theta. ദാറ്റ് 2 cos square theta is 1 plus cos 2 theta. അങ്ങനെ ആ തീറ്റേനെ നിങ്ങൾക്ക് നിസ്സാരമായി 2 തീറ്റ ആക്കാം. എന്നിട്ട് 2 തീറ്റയിൽ സോൾവ് ചെയ്ത് തീറ്റ -4 pi to 4 pi ആണെങ്കിൽ 2 തീറ്റ -8 pi to 8 pi വരും. അതിലുള്ള എല്ലാ സൊല്യൂഷനും എടുത്ത് അവസാനം 2 ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് സൊല്യൂഷനിലേക്ക് പോകാം. തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാനിത് സോൾവ് ചെയ്യുന്നത് തീറ്റനെ 2 തീറ്റ ആക്കിക്കൊണ്ടല്ല, 2 തീറ്റനെ തീറ്റ ആക്കിക്കൊണ്ട് തന്നെയാണ്. തീറ്റ ടു 2 തീറ്റ കുറച്ച് എളുപ്പമാണ്. നിങ്ങൾ വേണമെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്ത് നോക്കിക്കോ. ഞാൻ തിരിച്ച് 2 തീറ്റനെ തീറ്റയാക്കിയാൽ എത്രമാത്രം കോംപ്ലിക്കേഷൻ ഇവിടെ വരും എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടഫ് മെത്തേഡ്, ഒരു ഈസി മെത്തേഡ് ഉണ്ടായിട്ടും ടഫ് മെത്തേഡ് ഓപ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ക്വസ്റ്റ്യൻ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നോക്കാം. സോ 3 into cos 2 theta is 2 cos square theta minus 1 whole square. ഇത് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി ആണ്. ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റീസ് ആവശ്യം വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണല്ലോ. പ്ലസ് 6 into again cos 2 theta is 2 cos square theta minus 1 minus 10 cos square theta plus 5 is equal to 0. Now let us expand the square. So 3 into 4 cos square theta minus 4 cos theta plus 1 plus 12 cos square theta minus 6 minus 10 cos square theta plus 5 is equal to 0. Then let us open all these brackets. ഇത് cos square അല്ല, 4 cos raised to 4 cos square again square ആണ്. ഇതൊരു എഴുതിയപ്പോൾ മിസ്റ്റേക്ക് ആയിപ്പോയതാ. ബ്രാക്കറ്റിൽ ഓപ്പൺ ചെയ്താൽ 12 cos raised to 4 theta minus 12, ഇതിന് സ്ക്വയർ ഉണ്ട്, അതും ഞാൻ വിട്ടുപോയതാണ്, minus 12 cos square theta. അതും കൂടി വിട്ടുപോയതുകൊണ്ട് ആ വിട്ടുപോയതിലൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ട് അല്ലേ. യെസ്, പ്ലസ് 3 plus 12 cos square theta minus 6 minus 10 cos square theta plus 5 is equal to 0. ഇനി നമുക്ക് ഓരോരോ ടേംസ് സെഗ്രിഗേറ്റ് ചെയ്യാം. 12 cos raised to 4 theta minus 12 cos square theta plus 12 cos square theta ക്യാൻസൽ. പിന്നെ ഇവിടെ ഒരു minus 10 cos square theta ഉണ്ട്. വാട്ട് അബൌട്ട് ദി കോൺസ്റ്റൻസ്?
3 minus 6 is minus 3. Minus 3 plus 5 is plus 2 is equal to 0. നമുക്ക് മൊത്തം ഒരു 2 ഡിവൈഡ് ചെയ്ത് കളയാം. So we will get 6 cos raised to 4 theta minus 5 cos square theta plus 1 is equal to 0. Again, this is a quadratic equation in cos square theta. Cos theta ഇല്ലല്ല. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുന്നേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനകത്ത് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ വെറുതെ ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് എഴുതി കാണിച്ചിരുന്നു. അതിൽ സൈൻ തീറ്റയും ഇറൈസ് ടു എക്സ് ഒക്കെ വേരിയബിൾസ് ആയിട്ട് വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ കണ്ടു. ഇവിടെ അതിൻ്റെ ഒരു പടി മേളിലാണ്. ഇത് കോസ് സ്ക്വയർ തീറ്റയാണ്. അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തീറ്റ ടു 2 തീറ്റ കൊണ്ടുവരാതെ 2 തീറ്റ ടു തീറ്റ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയത്. കാരണം ഇതൊന്നും എപ്പോഴും ഇങ്ങനെ ക്ലിക്ക് ആവണമെന്നില്ല. നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നത് നോർമലി വേഗം ഓർമ്മ വരുന്നത് അങ്ങനെ ഒരു കാര്യം പഠിച്ചു പോയിട്ടല്ലേ നമ്മൾ കാര്യമുള്ളൂ. റെയർലി മാത്രം നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു ഡയറക്റ്റ് ഉപയോഗം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. സോ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. വി ആർ സജസ്റ്റിംഗ് ടു നമ്പേഴ്സ്. ദെയർ സം ഈസ് -5 ആൻഡ് പ്രൊഡക്റ്റ് ഈസ് 6. അങ്ങനെയല്ലേ ചെയ്യാം. ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0യിൽ സമ്മ് ബിയും പ്രൊഡക്റ്റ് എ സിയും വരുന്ന 2 നമ്പേഴ്സ് എടുക്കും. ആ നമ്പേഴ്സ് ഉപയോഗിച്ച് മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കോമൺ ഫാക്ടർ പുറത്തെടുത്താൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ആയിക്കോളും. ഓക്കെ, ഇതിപ്പോൾ അത് പഠിപ്പിക്കാനുള്ള സമയമല്ല, സ്റ്റിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. സോ 6 cos raised to 4 theta minus 3 cos square theta minus 2 cos square theta plus 1 is equal to 0. We can take out common factors from these two terms. Those are 3 cos square theta into 2 cos square theta minus 1 minus of 2 cos square theta minus 1 is equal to 0. Now let us take the common factor 2 cos square theta minus 1 into 3 cos square theta minus 1 is equal to 0. We get two values for cos square theta, not for cos theta but cos square theta. Cos square theta is equal to 1/2 or 1/3. ഇത് സ്ക്വയർ ആണല്ലോ. കോസ് സ്ക്വയർ തീറ്റ ആയിക്കോൾ കോസ് സ്ക്വയർ ആൽഫ ഫോമാണ്. ഇതും കോസ് സ്ക്വയർ തീറ്റ ആയിക്കോൾ കോസ് സ്ക്വയർ ആൽഫ ഫോമാണ്. എന്താണ് ക്വസ്റ്റ്യൻ? നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഫ്രം -4π to 4π. ശ്രദ്ധിച്ചോളൂ. കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1/2 എന്ന് വെച്ചാൽ കോസ് സ്ക്വയർ π/4 ആണ്. സ്ക്വയർ ആയതുകൊണ്ട് തന്നെ റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് വരും. പ്ലസ് വന്നാൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഫോർത്ത് ക്വാഡ്രന്റിൽ വാല്യൂ ഉണ്ടാവും. നെഗറ്റീവ് വന്നാൽ സെക്കൻഡിൽ തേർഡിൽ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ക്വാഡ്രന്റിലും ഓരോ വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതിന് ഒരു റൊട്ടേഷനിൽ 4 വാല്യൂ ആണ്. 4 വാല്യൂ ഇൻ എ റൊട്ടേഷൻ. ആൻഡ് ഹൗ മെനി റൊട്ടേഷൻസ് ആർ ദർ? -4π to 4π ഞാൻ പറഞ്ഞു 4 റൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇൻറ്റു 4 ഇവിടെ 16 സൊല്യൂഷൻ ആർക്ക് തന്നെ വരും. കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ 1/2 വരും. അതേപോലെ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1/3. ദിസ് ഇസ് കോസ് സ്ക്വയർ ഓഫ് സം വാല്യൂ ആൽഫ. ആൽഫ കോസ് ഇൻവേഴ്സ് 1/√3 ആണ്. ഓക്കെ, വെറുതെ പറഞ്ഞു എന്നുള്ളൂ. അല്ല, ആൻസർ അത് തന്നെയാണ്. പക്ഷേ അതിനല്ല ഇവിടെ ഇമ്പോർട്ടൻസ്. ഇവിടെ ഏതോ ഒരു ആംഗിളിൻ്റെ കോസ് സ്ക്വയർ ആണത്. ആ ആംഗിൾ ഒരു അക്യൂട്ട് ആംഗിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റൊട്ടേഷനിൽ 4 വാല്യൂ, എല്ലാ ക്വാഡ്രന്റിലും ഓരോ വാല്യൂ. അങ്ങനത്തെ 4 റൊട്ടേഷൻ. 4 × 4 ദാറ്റ് ഈസ് ഓൾസോ 16. സോ ടോട്ടൽ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഇസ് ഈക്വൽ ടു 32. നോർമലി നമ്മൾ ആൻസേഴ്സ് പറയുമ്പോൾ, നമ്പർ ഓഫ് സൊല്യൂഷൻസ് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്ത് സൊല്യൂഷനെല്ലാം നിരത്തി വെച്ചിട്ട് എണ്ണി എടുക്കുകയാണ് ചെയ്യുക. ഇവിടെ പല കാരണങ്ങൾ കൊണ്ട് അത് പോസിബിൾ അല്ല. ഈ വാല്യൂസ് വേണമെങ്കിൽ ഞാൻ ഒരു ക്വാഡ്രന്റിൽ മാത്രം ഒന്ന് പറയാം. ഐ മീൻ ഒരു റൊട്ടേഷനിൽ മാത്രം ഇയാളുടെ π/4, 3π/4, 5π/4, 7π/4. These are the 4 values in a rotation from 0 to 2π. പക്ഷേ ഇവിടെ റൊട്ടേഷൻ 0 to 2π അല്ല, -4π to 4π. അപ്പോൾ ഇതുപോലെ 12 വാല്യൂസ് ഇനിയും ഉണ്ടാവും. അതെല്ലാം കൂടി എഴുതുന്നത് പ്രായോഗികമല്ല, പ്രത്യേകിച്ച് ഇയാളുടെ ഒന്നും ഒട്ടും പ്രായോഗികമല്ല. അതുകൊണ്ടാണ് വാല്യൂസിൻ്റെ എണ്ണം മാത്രം നോക്കിയത്. സോ ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ് വൺസ് അഗൈൻ. ദിസ് ഇസ് ഇൻ ദ ഫോം കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ കോസ് സ്ക്വയർ ആൽഫ. സ്ക്വയർ ഇക്വേഷൻ ആണ്. റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് വരും. സോ ദർ ഇസ് ബോത്ത് നെഗറ്റീവ് വാല്യൂ ആൻഡ് പോസിറ്റീവ് വാല്യൂ. ആൻഡ് ദെർഫോർ there exist solutions in every quadrant in a single rotation. ഒരൊറ്റ റൊട്ടേഷനിൽ തന്നെ എല്ലാ ക്വാഡ്രന്റിലും ഓരോ സൊല്യൂഷൻ ഉണ്ട്. ഓരോ ക്വാഡ്രന്റിൽ ഓരോന്ന് വെച്ച് 4 സൊല്യൂഷൻ ഒരു റൊട്ടേഷനിൽ തന്നെ വരും. -4π to 4π 4 റൊട്ടേഷൻസ് ആണ്. അങ്ങനെയാണ് 4 × 4 16 വരുന്നത്. അതേ അവസ്ഥ തന്നെയാണ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ 1/3 വരിക. ഇവിടെ π/4 പോലുള്ള വാല്യൂസ് ആണെങ്കിൽ ഇവിടെ കോസ് ഇൻവേഴ്സ് 1/√3, π മൈനസ് കോസ് ഇൻവേഴ്സ് 1/√3, π പ്ലസ് കോസ് ഇൻവേഴ്സ് 1/√3, 2π മൈനസ് കോസ് ഇൻവേഴ്സ് 1/√3 ആണ് 0 മുതൽ 2π വരെയുള്ള 4 ആ ഒരു ഇൻ്റർവെല്ലിലുള്ള 4 ഫസ്റ്റ് റൊട്ടേഷനിലുള്ള 4 വാല്യൂസ്. ഇതേപോലെ -4π to 4π ഉള്ള ഓരോ റൊട്ടേഷൻ അങ്ങനെ വരും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കഥ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഈസ് 32 ഈസ് ദ ആൻസർ. ഐ റിപ്പീറ്റ്, ദിശേൻ്റെ മെറ്റീരിയൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ മെറ്റീരിയൽ പുസ്തകം ഞാൻ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അത് കാണിച്ചു തരാമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പുസ്തകം ലൈവിൽ വരുമ്പോൾ കൊണ്ടുവരാം. ഓക്കെ, അടുത്തത് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ sin x is equal to cos square x. ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രശ്നം. there are two functions sin x and cos square x. സൈനും ഉണ്ട് കോസും ഉണ്ട്. ഇത് കമ്പ്യൂട്ടറാണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ sin എക്സിൻ്റെ ഉള്ളിലുള്ള എക്സും cos square എക്സിൻ്റെ ഉള്ളിലുള്ള എക്സ് ഒരേ എക്സ് ആണ്, ഒറ്റ വേരിയബിളുകൾ പെട്ടെന്ന് സോൾവ് ചെയ്ത് കളയാം എന്ന് കമ്പ്യൂട്ടർ തീരുമാനിച്ചോളും.
കമ്പ്യൂട്ടർ അങ്ങനെ തീരുമാനിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എ ഐക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ല എന്നൊക്കെയുള്ള നമ്മൾ പറയാം. എ ഐ മാത്രമല്ല എല്ലാ മെഷീൻസിനും. ഓക്കെ, തീരുമാനിക്കാമെന്നൊക്കെ ഞാനൊരു സിമ്പിളൊക്കെയായിട്ട് പറഞ്ഞു. പക്ഷേ നമ്മളിത് മാനുവലി സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സൈനിന് ഒരു ഫംഗ്ഷനും കോസിന് വേറെ ഫംഗ്ഷൻ, അങ്ങനെ 2 ഡിഫറെൻറ്റ് വേരിയബിൾസ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ ആ സൈനിനെ കോസ് ആക്കണം, അല്ലെങ്കിൽ കോസ് സ്ക്വയറിന് സൈൻ സ്ക്വയർ ആക്കണം. അതിലേതാ എളുപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും കോസ് സ്ക്വയറിന് സൈൻ സ്ക്വയർ ആക്കുന്നതാണ് നല്ലത്. കോസ് സ്ക്വയറിന് വെറുതെ 1 - സൈൻ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, എൻഡ് ഓഫ് സ്റ്റോറി, കഴിഞ്ഞു. അവർ തിരിച്ചറിവ് മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യമുള്ളൂ. സോ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 1 - സൈൻ സ്ക്വയർ എക്സ്. അതെല്ലാം കൂടി ഇങ്ങോട്ടേക്ക് എടുത്താൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എക്സ് -1 ഇസ് ഈക്വൽ ടു 0. ഇത് നമുക്ക് സ്ക്വയർ കംപ്ലീറ്റിംഗ് ക്വാഡ്രാറ്റിക് ഫോർ, ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ സൈൻ എക്സ് ആണ്. -b + or - ഉപയോഗിച്ച് സൈൻ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ സ്ക്വയർ കംപ്ലീറ്റിംഗ് ചെയ്യാണ്. സ്ക്വയർ കംപ്ലീറ്റിംഗ് ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ എഫക്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. സൈൻ എക്സ്, ഈ സൈൻ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. അതിൻ്റെ പകുതി 1/2, ആ 1/2ൻ്റെ സ്ക്വയർ 1/4. അത് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ദിസ് -1 പകരം പിന്നെ -5/4 എന്ന് എഴുതേണ്ടി വരും. ദിസ് ഇസ് ഈക്വൽ ടു 0. നൗ ദീസ് 3 ടേംസ്, വിച്ച് 3 ടേംസ്? Sin square x plus sin x plus 1/4 contribute to sin x plus 1/2 the whole square is equal to 5/4. Now let us take the square root. Sin x plus 1/2 is equal to √5/2 or minus √5/2. ഈ 1/2 അങ്ങോട്ടേക്ക് മാറ്റിയാൽ sin x is equal to √5 - 1/2 or minus √5 - 1/2. അതിൽ ഈ വാല്യൂ -1ൻ്റെ താഴെ പോകും. ഞാൻ പറഞ്ഞിരുന്നു ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ എപ്പോഴും റേഞ്ചിനെ പറ്റി നല്ല ധാരണ ഉണ്ടാവണം. √5ൻ്റെ വാല്യൂ 2.232 അങ്ങനെ എന്തോ ആണ്. ദാറ്റ് -1 1.23 അങ്ങനെ വരും. ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 1ൻ്റെ താഴെ എന്നുള്ളൂ. അപ്പോൾ ദിസ് ഇസ് ഇൻസൈഡ് ദ റേഞ്ച് ബട്ട് ദിസ് ഇസ് ഔട്ട് ഓഫ് റേഞ്ച്. അപ്പോൾ ഇത് ഒഴിവാക്കി. അപ്പോൾ ഇനി ആരേ ഉള്ളൂ? sin x is equal to √5 - 1/2. അത് ആരുടെ സൈനാണെന്ന് നമുക്ക് അറിയില്ല. തൽക്കാലം ഞാൻ എൻ്റെ സൈൻ ആൽഫ എന്ന് വിളിക്കുന്നു. sin x is equal to sin ആൽഫ. പോസിറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ sin x is equal to sin ആൽഫ അല്ലെങ്കിൽ sin x equal to √5 - 1/2 വിൽ ഹാവ് 2 സൊല്യൂഷൻ ഇൻ എ സിംഗിൾ റൊട്ടേഷൻ. ഒരു റൊട്ടേഷൻ 2 സൊല്യൂഷൻ ഉണ്ടാവും. ദോസ് ആർ ഇൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രൻസ് ബിക്കോസ് sin x is positive in first and second quadrants. ഓക്കെ, എന്താ ഇനി ചോദ്യം? 0 to 10 10π അല്ല, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് 10 മാത്രമേ ഉള്ളൂ. 10 ഈസ് നിയർ ടു 3π. 3π ഏതാണ്ട് അടുത്തുള്ളൊരു വാല്യൂ ആണ്. സോ 10 ഈസ് ക്ലോസ് ടു 0 to 10 is a superset of 0 to 3π. 0 to 3π, π 3.14 അല്ലേ, അപ്പോൾ അത് 9.42 അങ്ങനെ എന്തോ വരും. അപ്പോൾ 10 വരെ അതിൻ്റെ ഏതാണ്ട് അതിൻ്റെ അടുത്താണ് എന്ന് വെച്ചാൽ നമുക്കൊരു 0 to 3π പോലെ വിചാരിക്കാം. 0 to 3π എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു റൊട്ടേഷൻ, ഇവിടെ നിന്ന് ഇവിടം വരെ ആകുമ്പോൾ 0 to π, ഇവിടെ എത്തുമ്പോൾ 0 to π, ഇത് 0 to π, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് π to 2π, അവിടെ നിന്ന് ഒരു റൊട്ടേഷൻ കൂടി 3π. അപ്പോൾ ഇതാണ് 1.5 റൊട്ടേഷൻ. 0 to π വരെ അര റൊട്ടേഷൻ, π to 2π ഫുൾ റൊട്ടേഷൻ, 2π to π 1.5 റൊട്ടേഷൻ. ഇതിൽ നമുക്ക് ഇത് പോസിറ്റീവ് വാല്യൂ അതിന് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് വാല്യൂ ഉണ്ടാവുക. സോ ആദ്യം നമുക്ക് ഇത് നമ്മൾ ആൽഫ എന്നല്ലേ വിളിച്ചേ. അപ്പോൾ ആദ്യം ഒരു ഫസ്റ്റ് ക്വാഡ്രൻറ്റിലൊരു വാല്യൂ, പിന്നെ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ, പിന്നെ ഇത് കറങ്ങി വന്നിട്ട് വീണ്ടും ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ്, 4 വാല്യൂസാണ് ഉണ്ടാവുക എന്ന് ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യാവുന്നതുള്ളൂ. ആ 4 നമ്പർ ഓഫ് സൊല്യൂഷനാണ് ചോദ്യം. 4 എന്ന് ഇപ്പോഴേ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ 0 to πയിൽ 2 വാല്യൂ, ഒന്ന് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് സെക്കൻഡ് ക്വാഡ്രൻറ്റ്. π to 2π സൊല്യൂഷൻ ഇല്ല, കാരണം തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ്. തേർഡിലും ഫോർത്തിലും ഒരിക്കലും sin x പോസിറ്റീവ് വരില്ല. √5 - 1/2 ഇസ് എ പോസിറ്റീവ് നമ്പർ. സോ ഏതൊക്കെ സൊല്യൂഷൻ ഞാനിവിടെ വെറുതെ എഴുതുകയാണ്. sin x is equal to sin ആൽഫ. പ്രധാന പ്രശ്നം ഈ ആൽഫ എന്താണെന്ന് നമുക്ക് അറിയില്ല. ഞാൻ ആൽഫൻ്റെ ടേമിൽ അങ്ങനെ എഴുതുകയാണ്. വാട്ട് എവർ ദ വാല്യൂ ഓഫ് ആൽഫ ദർ എക്സിസ്റ്റ് ആൻ അക്യൂട്ട് വാല്യൂ ആൽഫ ഫോർ ദസ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അക്യൂട്ട് ആൽഫ വാല്യൂ അവിടെ ഉണ്ട്. അത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. എനിക്കത് അറിയില്ല. കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്നും ആക്ച്വലി അറിയില്ല. അങ്ങനെ അറിയേണ്ട കാര്യമില്ല, നിങ്ങൾക്കും അറിയേണ്ട കാര്യമില്ല. എണ്ണമാണല്ലോ ചോദ്യം. സോ എക്സ് ഈസ് ഈക്വൽ ടു ആൽഫ π - ആൽഫ 2π plus alpha 3π minus alpha. These are the 4 values. And the major crisis is we don't know the value of. അതുകൊണ്ടാണ് ഒരുപാട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റാത്തത്. ചുമ്മാ ആൽഫേൻ്റെ ടേമിൽ അങ്ങ് എഴുതിയാൽ മതി. അതൊരു വിഷയമല്ല. സോ നമ്പർ ഓഫ് സൊല്യൂഷൻ ആണ് ക്വസ്റ്റ്യൻ. ലെറ്റ് us just write that is equal to 4. അപ്പോൾ 6:29 ഇനി ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ എനിക്ക് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഈ ക്വസ്റ്റ്യനൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെയ്ത് നോക്കിക്കോ. ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ
ഈ കോസ് സ്ക്വയർ എക്സിന് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതി മൊത്തം സൈൻ സ്ക്വയർ എക്സിന് ടേമിലേക്ക് ആക്കുക. എന്നിട്ട് കൊസി സ്ക്വയർ എക്സ് പോകാൻ വേണ്ടി ത്രൂ ഔട്ട് ഒരു സൈൻ സ്ക്വയർ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ യു വിൽ ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ സൈൻ സ്ക്വയർ എക്സ്. സൈൻ റൈസ് ടു 4x സൈൻ സ്ക്വയർ എക്സ് ഒക്കെ ഉള്ളൊരു ഇത് കിട്ടും. അത് സോൾവ് ചെയ്താൽ സൈൻ സ്ക്വയർ എക്സിൻ്റെ വാല്യൂ കിട്ടും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7π/4 മുതൽ 7π/4 വരെ, 5/4 ടു 7π/4 ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. 5/4 ഇവിടെയാണ്, 7π/4 നേരെ ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനൊരു റൊട്ടേഷനാണ്, ഒരു മുക്കാൽ റൊട്ടേഷൻ, ഒരു റൊട്ടേഷൻ്റെ മുക്കാൽ ഭാഗം. പക്ഷേ 0 മുതലല്ല തുടങ്ങുന്നത്, π/4 എന്നാണ് തുടങ്ങുന്നത്. അതിൻ്റെ ഉള്ളിൽ എത്ര സൊല്യൂഷൻ വരും എന്ന് നോക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇത് ചെയ്യണമെന്ന് എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് അലോട്ട് ചെയ്ത ടൈം 5 to 6:30 ഉള്ളിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വരെ എത്തിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമാണ് ഞാൻ ചെയ്യാതെ പോകുന്നത്. അല്ല, ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്ലാൻ ചെയ്ത് കൊണ്ടിരുന്നു. അതൊക്കെ കൂടെ ചേർത്ത് ഒരു സ്ലൈഡ് അല്ലെങ്കിൽ ഒരു PPT ആക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുകയൊക്കെ ചെയ്യാം. എനിവേ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ദിശേൻ്റെ മെറ്റീരിയലും അവൈലബിൾ ആണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം എന്നോട് എങ്ങനെയാണ് ഡൗട്ട് ചോദിക്കാൻ പറ്റുകയെന്ന്. ഓക്കെ, താങ്ക് യു ഓൾ.